നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പിടിമുറുക്കി കോവിഡ്. സംസ്ഥാനത്ത് ഇന്ന് 1167 പോസിറ്റീവ് കേസുകൾ. 888 പേർക്ക് രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെ. ഉറവിടമറിയാത്തത് 55 പേരുടെ കാര്യത്തിൽ. 4 മരണം. 679 പേർ ഇന്ന് കോവിഡ് മുക്തരായി. ടെസ്റ്റ് ചെയ്യുന്ന 18-ൽ ഒരാൾക്ക് തിരുവനന്തപുരത്ത് രോഗം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം. കിൻഫ്രയിൽ 88 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്വയം നിരീക്ഷണത്തിൽ. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹം സെമിത്തേരികളിൽ ദഹിപ്പിക്കാൻ ആലപ്പുഴ രൂപത. രൂപതയുടേത് മാതൃകാപരമായ തീരുമാനമെന്ന് മുഖ്യമന്ത്രി. സോഷ്യൽ മീഡിയ വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പരിശോധിക്കാനായി മുഴുവൻ സമയ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ശിവശങ്കറിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. NIA-യുടെ ചോദ്യം ചെയ്യൽ തുടർച്ചയായ 2ാം ദിവസവും 9 മണിക്കൂർ പിന്നിട്ടുകൊണ്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളിലൊരാളായ KT റാമീസ് NIA കസ്റ്റഡിയിൽ. റമീസും സംഘവും ലോക്ക്ഡൗൺ കാലത്ത് വലിയ തോതിൽ സ്വർണം കടത്തിയെന്ന് കസ്റ്റഡി അപേക്ഷയിൽ NIA. റമീസിന് വിദേശത്ത് ഉന്നത ബന്ധങ്ങളുണ്ടെന്നും NIA. മിക്ക സമയത്തും ഒരു സംഘം കൂടെയുണ്ടാകാറുണ്ട്. സന്ദീപ് നായരുടെ മൊഴി. സ്വപ്നയും സന്ദീപും കസ്റ്റംസ് കസ്റ്റഡിയിൽ. ഫൈസൽ ഫരീദിനും റബിൻസിനും വേണ്ടി കസ്റ്റംസ് കോടതിയുടെ ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ്. കോവിഡ് പകരുന്ന ഒരു ദിവസമാണിന്ന്. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സംബന്ധിച്ച് ശിവശങ്കർ IAS-നെ ചോദ്യം ചെയ്യുന്നത് NIA ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാണാമറയത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം? ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ മുഖ്യ സൂത്രധാരൻ റമീസ് തന്നെയോ? തീവ്രവാദ ബന്ധം സ്ഥാപിക്കാനുള്ള കണ്ണികളെ എന്ന് NIA കണ്ടെത്തും? കൺസൾട്ടൻസി ഫോബിയ ആർക്ക് വേണ്ടി? ഈ ചോദ്യങ്ങളെ മുൻനിർത്തിയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് CPIM സെക്രട്ടേറിയറ്റ് അംഗം മുൻ MP ശ്രീ KN ബാലഗോപാൽ, കോൺഗ്രസ് നേതാവ് AA ഷുക്കൂർ, BJP നേതാവ് രാധാകൃഷ്ണ മേനോൻ, സാമൂഹ്യ നിരീക്ഷകൻ അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ. ഇവരൊക്കെയാണ് ഇന്നത്തെ അതിഥികൾ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, 9 മണിക്കൂർ പിന്നിട്ടിട്ടും ശിവശങ്കരൻ NIA-യുടെ ചോദ്യം ചെയ്യലിന് ഇപ്പോഴും വിധേയനായിക്കൊണ്ടിരിക്കുന്നു. ശ്രീ ബാലഗോപാൽ, ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇന്ന് വളരെ കൗതുകമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഒരു ഹൈ പിച്ചിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് മീഡിയ ഒന്ന് ടോൺ ഡൗൺ ചെയ്തിട്ട് 3-4 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യുമോ? പക്ഷേ അതിനിടയ്ക്ക് തന്നെ റൈഡർ വരുന്നുണ്ട്. അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. സാക്ഷിയാക്കുമോ? സാക്ഷിയാക്കാനുള്ള സാധ്യത കുറവ്. ഒരു സസ്പെക്റ്റായി നിലനിൽക്കുമോ? ഇങ്ങനെ ഒരുപാട് എന്താ പറയുക പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും മീഡിയ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. താങ്കൾക്ക് തോന്നുന്നു? കഴിഞ്ഞ ഒരു 3 ആഴ്ചയിലധികമായിട്ട് കേരളത്തിലെ ഏറ്റവും സജീവമായ വിഷയമായിട്ട് നിൽക്കുകയാണ്. അത് അങ്ങനെ തന്നെ തുടരണമെന്നുള്ള ആഗ്രഹം മീഡിയയ്ക്ക് ഒരു ഭാഗത്തിനുണ്ടാവും. ഏറ്റവും ശക്തമായ ആഗ്രഹമുള്ളത് പ്രതിപക്ഷത്തിന്, അത് BJP-ക്കും UDF-നുമാണ്. എനിക്ക് തോന്നുന്നത്
എന്താണ് NIA ഈ കേസിനകത്ത് അവരുടെ ഫൈൻഡിംഗ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വളരെ പ്രകടമായിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളില്ല എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇത്രയും ദിവസം ചർച്ചകളും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലും എല്ലാം നീണ്ടുപോകുന്നത്. ചോദ്യം ചെയ്യേണ്ട രീതി എന്താണെന്നൊക്കെ നമുക്കറിയില്ല. ഇതിനകത്ത് 9 മണിക്കൂർ, 14 മണിക്കൂർ, 21 മണിക്കൂർ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? ഈ മണിക്കൂറിനൊരു വിലയില്ല ഈ രാജ്യത്ത്. മണിക്കൂറുകളെ പറ്റി ഇങ്ങനെ പറയുന്നത് അതിനകത്ത് പത്രലേഖകരും കൂടെ കയറി ഇരിക്കുന്ന തരത്തിലാണ് പറയുന്നത്. അവരെങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നതൊക്കെ അവരുടെ വിഷയം. എന്തായാലും കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു അവസ്ഥ വേണ്ടത്ര അവർക്ക് കിട്ടി കാണത്തില്ല. അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരുപക്ഷെ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ സാംശീകരിക്കുന്നത് രാധാകൃഷ്ണ മേനോനോട്, എൻ്റെ സ്നേഹിതൻ. എന്താ കാരണം വെച്ചാൽ ശിവശങ്കറോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം പോലും തയ്യാറാക്കി കൊടുക്കുന്നത് രാധാകൃഷ്ണ മേനോനും സുഹൃത്തുക്കളാണെന്ന് പല ആൾക്കാരും പറയുന്നു. അത് മാത്രമല്ല, എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ശിവശങ്കരൻ അറസ്റ്റിലാവുമോ അതോ വിട്ടയക്കപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കുമെന്ന് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള BJP നേതാക്കന്മാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. രാധാകൃഷ്ണ മേനോൻ ദയവ് ചെയ്തിട്ട് ഈ ഉദ്വേഗം ഒന്ന് അവസാനിപ്പിക്കും. നിങ്ങൾ കാര്യം പറ, എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ തീരുമാനിച്ച കാര്യങ്ങളല്ലേ നടക്കുന്നതെന്നല്ലേ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഒന്ന് പറ. തീർച്ചയായിട്ടും പറയാം ബ്രിട്ടാസെ. ഞാനത് പറയുന്നതിന് ഇപ്പോൾ ബ്രിട്ടാസിൻ്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാൻ കൂടി അനുവദിക്കണം. കാരണം എൻ്റെ സ്ഥലമായിട്ടുള്ള കോട്ടയത്ത്, കാരണം ഇന്ന് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ഒരു കാരണം കൂടി അജിം ഷാ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു കോവിഡിൻ്റെ കാര്യവും പറയാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കോട്ടയത്ത് ഞാനിത് ഇതിലേക്ക് വരാം. അതിനു മുമ്പ് ആ പ്രതീക്ഷയിലാണ് ഞാൻ പങ്കെടുക്കുന്നതും കൂടി. കാരണം കോട്ടയത്ത് ഇന്നലെ കോവിഡുമായി ബന്ധപ്പെട്ട് വളരെ മോശമായ രീതിയിൽ ഒരു വിവാദം സൃഷ്ടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുകയും മുഖ്യമന്ത്രി പോലും അതിനകത്ത് ഇടപെട്ട് അഭിപ്രായം പറയുകയും ചെയ്യുകയുണ്ടായി. ബ്രിട്ടാസ് അടക്കം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നിപ്പോൾ CPMൻ്റെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ചിട്ട് BJPയുടെ കൗൺസിലറെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും ഞാൻ കാണുകയുണ്ടായി. കാരണം അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോവിഡും സ്വർണ്ണക്കടത്തും എല്ലാം ചേർന്ന് കേരളത്തിൽ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ കോട്ടയം പോലെയുള്ള ഒരു നഗരത്തിൻ്റെ പ്രാധാന്യം അക്ഷര നഗരിയായിട്ട് സമൂഹം മുഴുവൻ അംഗീകരിച്ച സാക്ഷരതയുടെ കേന്ദ്രത്തിൽ ഒരു വളരെ മോശമായ കാര്യം ഉണ്ടായി എന്നുള്ള നിലയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ദുഷിച്ച പ്രചരണം, യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ആസൂത്രിതമായി അവിടെ കുഴപ്പമുണ്ടാക്കിയത്. അവിടുത്തെ BJPയുടെ കൗൺസിലറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വാർഡാണ്. ആ വാർഡിൽ ഇങ്ങനെ ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം അടക്കമുള്ള ആളുകൾ അറിയുന്നില്ല. അതിനുശേഷം അവരറിഞ്ഞ് ചർച്ച ചെയ്ത തീരുമാനിച്ച രീതിയിൽ കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ അവിടേക്ക് തന്നെ അത്തരത്തിലൊരു മൃതദേഹം ഇന്നിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടി കത്തോലിക്ക സഭ തീരുമാനിച്ചു എന്നുള്ള വാർത്ത തികച്ചും സ്വാഗതാർഹമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന സഭകളും അങ്ങനെയുള്ള നിലപാടുകളിലേക്ക് പോലും വരുമ്പോൾ ആ വ്യക്തിയുടെ സഭ അതിനനുവദിച്ചില്ല എന്നുള്ള ഒരു പ്രചരണം ഒരു ഭാഗത്ത്, എനിക്ക് വസ്തുത അറിയില്ല, അങ്ങനെ ഒരു പ്രചരണം ഒരു ഭാഗത്ത് കൊടുത്തുകൊണ്ട് ഇവിടെ അതേസമയം തന്നെ ആ മുട്ടമ്പലത്തുള്ള പൊതു ശ്മശാനത്തിലേക്ക് അവിടെ മുഴുവൻ സഖാക്കന്മാരായിട്ടുള്ള പ്രവർത്തകരാണ് എന്നാണ് ബ്രിട്ടാസ് അന്വേഷിച്ചാൽ അറിയാം. അങ്ങനെയുള്ള ഒരു കേന്ദ്രമാണത് പഴയ കാലത്തെ. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൗൺസിലറുണ്ട്. അവരുടെ വീടുകളിലുള്ള സ്ത്രീകളൊക്കെ കുടുംബശ്രീ അടക്കം അദ്ദേഹവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് അടുത്ത വീടുകളിൽ പോയി ജോലി ചെയ്യാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടും എന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ ആ നാട്ടിലെ ആ വാർഡിലെ ആളുകളെല്ലാം കൂടി ഒരുമിച്ച് പ്രതികരിക്കുമ്പോൾ ആ കൗൺസിലർ അതിനനുസൃതമായ ഒരു നിലപാട് അത് ബോധ്യപ്പെടുത്താനും ചർച്ച ചെയ്യാനും തയ്യാറായി രംഗത്ത് വരുമ്പോൾ അതിനെ വളരെ മ്ലേച്ഛമായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ വ്യക്തമായി ശ്രീ രാധാകൃഷ്ണൻ, ഞാൻ താങ്കൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുകയാണ്. എന്താ കാരണം വെച്ചാൽ ഇതാദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ട് ഈ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എടുത്തിട്ടപ്പോൾ ഒരു BJPയുടെ പ്രതിനിധി അല്ല നമുക്ക് കോവിഡിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആദ്യമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് താങ്കളോട് വളരെയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. എന്താ കാരണം വെച്ചാൽ കാരണമൊന്നും ആകട്ടെ, ഒരുപക്ഷെ ഒരു BJP കൗൺസിലർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇന്നലെ ഞാൻ ഈ പരിപാടിയിൽ വായിച്ച ഒരു സന്ദേശമുണ്ട്. അത് വേറെ ഒന്നുമല്ല, താങ്കളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവ്, മുൻ മന്ത്രി, രാജ്യസഭാ അംഗമായിട്ടുള്ള അൽഫോൻസ് കണ്ണന്താനത്തിൻ്റെ പ്രസ്താവനയായിരുന്നു. ഞാൻ
ഒരു ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി ഞാനത് വായിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശ്രീ ബാലഗോപാലൻ്റെ പാർട്ടി തിരുത്തുന്നതിനേക്കാൾ ആദ്യം തിരുത്തേണ്ടത് താങ്കളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള അൽഫോൻസ് കണ്ണന്താനമാണ്. താങ്കൾ ഈ ഒരു വിവരങ്ങളൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ച് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് ആകുക എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ശ്രീ ബാലഗോപാലിന് ക്വിക്കായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനുണ്ട്, പ്രതികരിച്ചോട്. എന്താ കാരണം വെച്ചാൽ വിശദമായ പ്രതികരണത്തിലേക്ക് പോകേണ്ടതില്ല. ഇല്ല, ഞാൻ അതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഏതായാലും അദ്ദേഹത്തിന് അത് തെറ്റായിപ്പോയി എന്നുള്ളൊരു തോന്നലുണ്ടായല്ലോ. BJP കൗൺസിലർ ചെയ്ത കാര്യം ഉൾപ്പെടെ, അദ്ദേഹം ചെയ്തില്ലെന്ന് പറയുന്നെങ്കിൽ BJP കൗൺസിലർ സംസാരിച്ച കാര്യം ഉൾപ്പെടെ ടെലിവിഷൻ മാധ്യമങ്ങളിൽ വന്നതാണ്. ഏതെങ്കിലും ഒരു മാധ്യമത്തിലല്ല, പത്രങ്ങളും മാധ്യമങ്ങളും ആകെ റിപ്പോർട്ട് ചെയ്തതാണ്. കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ, അവിടെ റോഡ് ഉപരോധിക്കുന്ന ആളുകളുണ്ട്, കൗൺസിലർ അതിൻ്റെ കൂടെ നിൽക്കുന്നു. അങ്ങനൊരു തെറ്റായ കാര്യമാണ് എന്ന് BJP നേതാവിന് തോന്നി എന്നുള്ളത് നല്ല കാര്യമാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ കണ്ണന്താനത്തിന് ഉൾപ്പെടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ചർച്ച സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതെ അതെ, രാധാകൃഷ്ണൻ താങ്കൾ വളരെ മൃദുഭാഷിയായ ഒരാളാണ്. താങ്കൾക്ക് കോട്ടയത്തുണ്ടായിട്ടുള്ള ഈ സംഭവത്തെക്കുറിച്ച് ഇൻവേർട്ടർ കോമ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുള്ള താങ്കളുടെ ഉദ്യമത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും പിന്നീട് തീരുമാനിക്കട്ടെ. എന്താ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. എനിക്ക് എൻ്റെ ഷുക്കൂർ ബായിലേക്ക് വരുന്നതിന് മുമ്പ് ഹരീഷ് ആദ്യം തന്നെ വളരെ പ്രസന്നവദനായി ഈ പരിപാടിയിൽ ഹാജരായിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ അഭിഭാഷകൻ്റെ ഒരു കരുത്ത് കൂടി എനിക്ക് ഈ പരിപാടിയിൽ വേണം. ഹരീഷ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് എന്താ പറയുക, നമ്മളെ സംഭ്രമിപ്പിക്കുന്ന, നമ്മളെ ഉദ്യോഗത്തിൻ്റെ കുന്തമനയിൽ നിർത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടാസ്, അതായത് റിപ്പോർട്ടിങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനും ഈ വിഷയം ചർച്ച ചെയ്യാൻ നിർബന്ധിതനായി. ഒരുപക്ഷെ ഞാൻ 2-3 ദിവസം കോവിഡൊക്കെ ചർച്ച ചെയ്തു. പക്ഷേങ്കിൽ പലരും പറഞ്ഞു അല്ല, ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു പോകണം, അതുകൊണ്ട് എങ്ങനെയായാലും ഈ ഒരു ദിവസം എന്താ കാരണം വെച്ചാൽ ശിവശങ്കർ IAS എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബലനായിട്ടുള്ള സിവിൽ സർവൻ്റ് ഒരു ചോദ്യം ചെയ്യലിന് വിധേയമാകുമ്പോൾ ഒരു ക്ലിഫ് ഹാങ്ങർ പോലെ, അതെ, ഇങ്ങോട്ട് പോകുമോ അങ്ങോട്ട് പോവുമോ ഇങ്ങോട്ട് പോകുമോ എന്നൊക്കെ മാധ്യമങ്ങൾ പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നത്തെ ഈ ന്യൂസ് ആൻഡ് വ്യൂസ് അതിനെക്കുറിച്ചായിരിക്കണമെന്നുള്ള ഒരു പൊതുധാരണ അടിസ്ഥാനത്തിൽ ഒരു അഭിഭാഷകർ എന്ന നിലയിൽ ഹരീഷ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ബ്രിട്ടാസ്, എനിക്ക് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ ചാനൽ ചർച്ചകളോ ന്യൂസുകളോ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്കൊരു പക്ഷേ അത്ഭുതമായിരിക്കും, എൻ്റെ ഓഫീസിലോ വീട്ടിലോ ഒരു TV ഇല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ടെലിവിഷൻ മാധ്യമങ്ങൾ കാണാൻ സമയമുള്ളപ്പോൾ മാത്രം ഇലക്ട്രോണിക് മീഡിയ കാണാറേ ഉള്ളൂ. ഒരു സെലക്റ്റീവായ കാഴ്ച. ഒരു സെക്കൻഡ്, എനിക്ക് താങ്കളോട് തികഞ്ഞ അസൂയയാണ്. നിവൃത്തിയില്ലാതെ ഈ ഫീൽഡ് വിട്ടതാണ്. പത്രം വായന നിർത്തിയിട്ട് 2-3 വർഷമായി. ഇപ്പോൾ ഓടിച്ചുള്ള പത്രം വായന മാത്രമേ ഉള്ളൂ. കാരണം ടെലിവിഷൻ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയാൽ വലിയ സമാധാനവും വലിയ സ്വസ്ഥതയും മാത്രമല്ല, കാര്യങ്ങളെ മാറി നിന്ന് കാണാനും കുറച്ചുകൂടി പക്വമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നു എന്ന് മാത്രമല്ല, ഞാൻ അറിയേണ്ട എല്ലാ വാർത്തകളും എന്നെ തപ്പി വരികയും ചെയ്യുന്നു. അത് ചിലപ്പോൾ ഇമെയിലിലായിരിക്കും, ഫോണിലായിരിക്കും, സോഷ്യൽ മീഡിയയിലായിരിക്കും. എല്ലാവർക്കും ആ പ്രിവിലേജ് കിട്ടിക്കോണമെന്നില്ല. പക്ഷേ ഞാൻ സമാധാനമായി വീട്ടിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓഫീസിലിരിക്കുകയാണ്, നമ്മുടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ, എപ്പോഴാണോ കാണുന്നത്, ചർച്ചകളായാലും മാധ്യമങ്ങൾ ഇതായാലും കാണുമ്പോൾ അങ്ങേയറ്റം മോശമായിരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിച്ചത്, അല്ലെ കാണുന്നത് നിർത്തിയത്. അതിനേക്കാൾ വഷളായിരിക്കുന്നത് ഒരു പക്ഷേ ഈ തോക്കിന് ഈ എന്താ പറയുന്നത്, ചിലർ തോക്കിന് പകരം ക്യാമറയും മൈക്കും ഉപയോഗിക്കുന്ന പോലെ തരത്തിലുള്ള അങ്ങേയറ്റം എന്താ പറയുന്ന മനുഷ്യത്വ വിരുദ്ധമായ ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ ചാനൽ ഉപയോഗിച്ച് നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം, മര്യാദയില്ലായ്മ. ഇപ്പോൾ ഇന്നലെ നടത്തിയൊരു ചർച്ചയെപ്പറ്റി എനിക്ക് മുമ്പ് ശ്രീ രാധാകൃഷ്ണൻ മേനോൻ സംസാരിച്ചല്ലോ. അദ്ദേഹത്തിന് പറയാനുള്ളൊരു സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നൊരു മര്യാദയില്ലേ ഒരു വിഷയത്തെ സംബന്ധിച്ച്? അങ്ങനെയല്ലേ? ഇത് അങ്ങോട്ട് പറയുന്നത് കേട്ടുകൊള്ളണം. വൺ സൈഡഡ് റേഡിയോ മാതിരി ഉള്ള ചർച്ചകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ പുറകെ നടന്ന് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ എവിടെയാണോ പോകുന്നത് അവിടെ വരെ 4-5 മണിക്കൂർ ഉദ്വേഗജനകമായ വേട്ടയാടൽ, ലിഫ്റ്റിലേക്ക് പോലും കയറാൻ സമ്മതിക്കാതെ തടുത്ത് നിർത്തിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന മട്ടിലുള്ള തരത്തിലുള്ള പ്രയോഗങ്ങൾ. ഇത് ഇപ്പോഴൊന്നും അല്ല. ഞാൻ സോളാർ, നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും ഒരു CD അന്വേഷിച്ച് പോയ കാലത്ത് മുതൽ ഞാൻ ഈ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അന്നൊന്നും ഒരു ചർച്ചയിലും ഞാൻ ബോധപൂർവ്വം പങ്കെടുത്തിട്ടില്ല. കാരണം അത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ ചർച്ചകളിലേക്ക് പോകണ്ടെന്ന് കരുതിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആർക്കും എന്തും പറയാം, എന്തും വിളിച്ചു പറയാം. വാർത്ത ഏത്, വിശകലനം ഏത് എന്ന് വ്യത്യാസമില്ല. ആരെയും എന്ത് മോശവും പറയാം.
അത് പറയുക മാത്രമല്ല ഒരു തെളിവിൻ്റെയും അടിസ്ഥാനം ആവശ്യമില്ല. ഞാൻ ആദ്യം അത്ഭുതപ്പെട്ട എന്താണെന്നറിയോ, ഇതിലൊരുപാട് ആളുകൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കില്ലാത്ത പുതിയ വിവരങ്ങൾ ഓരോ ദിവസവും ചർച്ചകളിൽ പറയുന്നുണ്ട്. ഇവരൊരു വെള്ളക്കടലാസ് എടുത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനൊരു പരാതിയായി ആ പറഞ്ഞ സാധനം എഴുതി കൊടുത്താൽ അന്വേഷണത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇവരാരും തയ്യാറില്ല. എന്താ കാര്യം എന്നറിയോ, അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അക്കൗണ്ടബിലിറ്റി വരും, അന്വേഷണം ആ വഴിക്ക് തിരിഞ്ഞ് സ്വാഭാവികമായിട്ടും അന്വേഷണം നടന്നു കഴിയുമ്പോൾ അത് തെറ്റാണെന്നോ ശരിയാണെന്നോ തെളിയും. ശരിയാണെങ്കിൽ നല്ല കാര്യം, പക്ഷേ തെറ്റാണെങ്കിലോ അത് ഈ എഴുതി കൊടുത്ത ആളുകളെ തിരിഞ്ഞു കുത്തും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വെള്ളക്കടലാസിലൊരു പരാതി പോലും കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ചാനലുകളിൽ വന്നിരുന്ന് സ്തോഭജനകമായി സംസാരിക്കുകയാണ്. റിപ്പോർട്ടർമാരോ, NIAയുടെ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. ബ്രിട്ടാസിന് അറിയുമായിരിക്കും, ഞാൻ കേരളത്തിലെ മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതിക്ക് വേണ്ടി ഹാജരാകുന്നുണ്ട്, നമ്മുടെ അലൻ. ഞാൻ ഈ NIA ഓഫീസിൽ പോയിട്ടുണ്ട്. ഈ NIA ഓഫീസിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്നലത്തെ ഹോൾ ചർച്ച അവിടെ ഈ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു DYSP രാധാകൃഷ്ണപിള്ള മാത്രമാണ് ഇടയ്ക്ക് പുറത്തിറങ്ങി തിരിച്ചു കയറിയത്. എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ നിരന്തരമായി എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, എന്തൊക്കെ ഉത്തരങ്ങളാണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ? സോഴ്സുകൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് സോഴ്സ് ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ 5-8 ദിവസം പറഞ്ഞ ഒരു കാര്യവും ക്ലച്ച് പിടിക്കാതെ അതെല്ലാം പൊളിഞ്ഞ് പാളീസായിട്ടും വീണ്ടും ഈ ചർച്ച വരുന്നു. ഞാനിതാ പറഞ്ഞ സോളാർ ചർച്ചകളെ അതിനേക്കാൾ നിലവാര വ്യക്തമായി ഹരീഷ് പറഞ്ഞല്ലോ സോഴ്സുകൾ ഉണ്ടാകാം എന്ന് പറയാം. പക്ഷേ ഹരീഷിനെ മാത്രമല്ല, ഒരു 33 വർഷമായി മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. 1987 മുതൽ എന്നെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ചിന്തയുടെയല്ല, ഭാവനയുടെ വിദൂരതയിൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ വരുന്നത്. ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തകരോട്, സഹപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സമൂഹത്തിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു റെസ്പോൺസിബിൾ ജേർണലിസ്റ്റ് ഒരു സംഭവമുണ്ട്. സ്വാഭാവികമായിട്ടും ഞാനത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് മുൻപതി കൊണ്ട് പറഞ്ഞതാണെന്ന് വേണേൽ ആൾക്കാർ വിചാരിച്ചേക്കാം. എന്തായാലും ഹരീഷിൻ്റെ തോളിൽ തൂങ്ങിക്കൊണ്ടെങ്കിലും എനിക്ക് ആ വാക്കുകൾ പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഷുക്കൂർ വായിലേക്ക് വരുവാണ്. ഷുക്കൂർ, ഇപ്പോൾ ഹരീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്നത്തെ ഒരു സാഹചര്യം വേറൊന്നും കൊണ്ടല്ല, ബാലഗോപാലിലെ പാർട്ടിയുമായിട്ട് നിങ്ങൾ ഏറ്റുമുട്ടണം, CPMനെ പറ്റുമെങ്കിൽ തോൽപ്പിക്കണം, രാധാകൃഷ്ണ മേനോൻ അതിനകത്ത് നിന്ന് ലാഭം എടുക്കുന്നത് തടയണം, പറ്റുമെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് നോക്കണം. അതൊക്കെ കറക്റ്റ്, അതൊക്കെ പൊളിറ്റിക്സ് തന്നെയാണ്. പക്ഷേങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യം ഷുക്കൂർ, കഴിഞ്ഞ ഏതാനും ദിവസം എന്തും ആർക്കും എതിരെ ഒരു തെളിവുമില്ലാതെ വിളിച്ചു പറയാം. ഇപ്പോൾ ഹരീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, വെള്ളക്കടലാസിൽ തെളിവ് കൊടുത്തുകൂടെ എന്ന്. ഞാൻ ഈ UAP ആക്ടിൽ 43F, എന്നെ തിരുത്തണം ഹരീഷ്, താങ്കൾ വളരെ വൈദഗ്ധ്യമുള്ള ഒരു അഭിഭാഷകനാണ്. ഞാൻ മനസ്സിലാക്കിയത് 43F പ്രകാരം നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. ഷുക്കൂറിൻ്റെ പ്രതിപക്ഷ നേതാവ്, ഷുക്കൂറിൻ്റെ KPCC പ്രസിഡന്റ്, രാധാകൃഷ്ണ മേനോൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ, എത്ര പേരാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ തെളിവുകൾ ഇങ്ങനെ മാറോടടുക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ രാജ്യദ്രോഹ കുറ്റമല്ലേ ചെയ്യണത് ഷുക്കൂറെ? ഇതൊന്ന് കൊടുത്തൂടെ NIA ഓഫീസിലേക്ക്? NIA ഓഫീസിലേക്ക് പോകാനുള്ള വഴി അറിയില്ലെങ്കിൽ ഹരീഷിനോട് ചോദിച്ചൂടെ? ഹരീഷ് പറഞ്ഞു തരില്ലേ? അങ്ങോട്ട് പോ. ഓക്കെ, ഷുക്കൂർ എന്നോട് നിർത്താൻ പറഞ്ഞിരിക്കുകയാണ് കൈകൊണ്ട്. ഓക്കെ, ഷുക്കൂർ പറഞ്ഞോളൂ. ബിട്ടാസ് ആദ്യം തന്നെ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ ഇതിനകത്തുണ്ട്. ബിട്ടാസ് പറയുന്നത് എനിക്ക് മുഴുവനായി അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും മനസ്സിലാക്കിയതിൽ നിന്ന് ഞാൻ മറുപടി പറയാം. ഇപ്പോൾ ഇത് നമ്മുടെ ഓഡിയോ മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടെ ബിട്ടാസ് പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ ജനാധിപത്യ രാജ്യമാണിത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തിക്കുന്നവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരും പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വവും അത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും നിയമാനുസൃതവുമായും രേഖപ്പെടുത്തുമ്പോൾ അതിൽ അസ്വസ്ഥത പൂണ്ടിട്ട് കാര്യമില്ല. കാരണം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് പോകേണ്ടതാണ്. ഹരീഷ് വാസുദേവൻ TV ഇല്ലാത്ത കാര്യങ്ങളും TV ഇപ്പോൾ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും നമ്മുടെ മാധ്യമ പ്രവർത്തനം എത്രമാത്രം സ്വതന്ത്രവും
നീതിയുക്തവുമാകണം എന്നുള്ളത് ജനാധിപത്യത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ഭരണകൂടത്തിൻ്റെതായ തെറ്റുകളും കൊള്ളരുതായ്മകളും പുറത്തോട്ട് വരുമ്പോൾ പൊതുസമൂഹം അതിൽ പ്രതികരിക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും സുപ്രീം കോടതി പറയുന്നു വ്യത്യസ്ത ശബ്ദങ്ങളെയും അതിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനാധിപത്യമാണ് നമുക്ക് വിപുലമായ ജനാധിപത്യമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും അടുത്ത കാലത്ത് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള ഒരു വിഷയം നമ്മുടെ സംസ്ഥാനത്തുണ്ടായപ്പോൾ അതിനെ എങ്ങനെ നേരിട്ടുവെന്നും മാധ്യമപ്രവർത്തകരോടുള്ള അദ്ദേഹത്തിൻ്റെ ശൈലിയും സമീപനവും എന്തായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ട ഒരു സംസ്ഥാനമാണ്. ഞാൻ താങ്കൾക്ക് പറയാനുള്ളത് മുഴുവൻ വിഷയത്തിലെ വ്യക്തമായി താങ്കൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കും. എനിക്കൊരു ചെറിയൊരു ചോദ്യം, എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ ഇങ്ങനെ പുകഴ്ത്തുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ ഞാൻ ആദ്യമായിട്ട് കാണുക, സത്യസന്ധമായി പറഞ്ഞത്. എന്താ കാരണം വെച്ചാൽ അത് ഹരീഷിന് മനസ്സിലാവും, കുറേ കാലമായിട്ട് ഒരു കോൺഗ്രസ് നേതാവും സുപ്രീം കോടതിയെ പുകഴ്ത്തിയിരുന്നില്ല. ഈ ഷുക്കൂർ ബായിയാണ് ആദ്യമായിട്ട് പുകഴ്ത്തിയത്. ഞാൻ താങ്കളൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, അതായത് താങ്കൾ പറഞ്ഞ കറക്റ്റാണ്, ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുന്നത് അർത്ഥവത്തായിട്ടുള്ള സംവാദം, ബഹുസ്വരത, അഭിപ്രായങ്ങൾ പറയാനുള്ളതാണ്. എനിക്ക് ഒരൊറ്റ ചോദ്യം, അതായത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ എടുത്തിരുന്ന വിഷയങ്ങളും അതിൻ്റെ പൊള്ളത്തരങ്ങളും ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഷുക്കൂർ ഉത്തരം പറയണം. ഷുക്കൂർ എൻ്റെ വളരെ അടുത്ത സ്നേഹമാണ്, എനിക്ക് ഷുക്കൂറിനെ വളരെ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ വളരെ സൗമ്യനാണ് ഈ ഷുക്കൂർ, വലിയ അലമ്പൊന്നും ഉണ്ടാക്കില്ല. ഷുക്കൂർ ഒറ്റ ചോദ്യം, ഇന്ന് രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ശബരിമല എയർപോർട്ടിൻ്റെ കൺസൾട്ടൻസി കൊടുത്തിരിക്കുന്ന ലൂയി ബേർജർ എന്നല്ല ബേർജ് എന്നാണ് പ്രൊനൗൺസിയേഷൻ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, എന്നെക്കാരും നന്നായിട്ട് അറിയാവുന്ന ബാലവല തിരുത്തണം എന്നെ. ലൂയി ബേർജ് കൊള്ളരുതാത്തൊരു കമ്പനിയാണ്, കരിമ്പട്ടിയപ്പെട്ടതാണ്, ഭീമനാണ്, ഭീകരനാണെന്ന് പറഞ്ഞു. എൻ്റെ ഒരറിവിൽ ഞാൻ കാണിച്ചു തരാം, നോക്ക്. ലൂയി ബർഗ് കമ്പനി 2018 മുംബൈയിലെ ഏറ്റവും എന്താ പറയുക പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്റ്റ് വെർസോവ ബാന്ദ്ര സീലിംഗ് പ്രോജക്റ്റ്, അതിൻ്റെ കൺസൾട്ടൻ്റ്. 2 ബോംബെ മെട്രോ 4ാം ഘട്ടം, ബാന്ദ്ര സീലിംഗ്, ചെന്നൈ നസ്രി റോഡ് ടൗൺ. ഇത് ഏതാനുമാണ്. എന്താ കാരണം വെച്ചാൽ താങ്കളുടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് പ്രസ്താവന നടത്തിയിട്ട് അധികം സമയമായിട്ടില്ലാത്തത് കൊണ്ട് ക്വിക്കായിട്ടുള്ള ഹോംവർക്കിലാണ്. മിസ്റ്റർ ഷുക്കൂർ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇത്ര നിരുത്തരവാദപരമായിട്ട് പ്രതികരിക്കാൻ പാടുണ്ടോ? മുംബൈയിലെ സീലിംഗ്, അത് ഹരീഷിനറിയാം, രാധാകൃഷ്ണ മേനോൻ ഇടയ്ക്ക് മുംബൈ പോകുന്നതാണ്. ബാലഗോപാൽ MP എന്ന നിലയിൽ ബാലഗോപാലിൻ്റെ സ്റ്റോപ്പ് ഓവറിലായിരുന്നു മുംബൈ. ഇത്ര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്ട്സ് നടപ്പിലാക്കിയ ഒരു കൺസൾട്ടൻസി, ഞാൻ മനസ്സിലാക്കുന്നത് 6000-ഓളം പേർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. എഞ്ചിനീയർമാർ, ഇക്കണോമിസ്റ്റ്, സയൻറ്റിസ്റ്റ്, 50 രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ളതാണ്. ഇത് പിണറായി വിജയനാണോ വെർസോവ ബാന്ദ്ര ലിങ്ക് കൊടുത്തത്? പിണറായി വിജയനാണോ മെട്രോ ലിങ്ക് കൊടുത്തത്? എൻ്റെ ഷുക്കൂറെ, നമ്മൾ രാഷ്ട്രീയത്തിൽ നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങൾ പിണറായിയെ കൊല്ല്, എതിർക്ക്, തോൽപ്പിക്ക്, ബാലഗോപാൽ എന്ത് ചെയ്യേ. നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തെ ഇങ്ങനെ റാൻസമിൽ ഹോൾഡ് ചെയ്യാൻ പാടുണ്ടോ? ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ചെയ്യേണ്ടത്. രമേശ് ചെന്നിത്തല ബുദ്ധിയും ബോധമില്ലാത്ത നേതാവല്ല, നല്ല ഔന്നത്യമുള്ള വിവരമുള്ള നേതാവാണ്. എത്രയോ കാലം ഡൽഹി പ്രവർത്തിച്ച ആളാണ്, എൻ്റെ അടുത്ത സ്നേഹിതനാണ്. ഇങ്ങനെ റെക്കലെസ് ആയിട്ട് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ പാവപ്പെട്ട പ്രജകൾ എന്ത് ചെയ്യണം? ഷുക്കൂർ പറയൂ. അല്ല ബ്രിട്ടാസേ, താങ്കൾ എന്താ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനം എന്നൊരു കൈരളി ചാനലും അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുന്ന അതിനെ സ്വന്തമാക്കിയിട്ടുള്ള CPM പാർട്ടിയും ഞാൻ പറഞ്ഞ കൈരളി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഷുക്കൂറിന്റെ പാർട്ടിക്കാരും ഇതിനകത്ത് ഷെയർ ഹോൾഡറാണ്. ഒറ്റ കാര്യം എനിക്കുള്ളൂ, ഞാൻ പറഞ്ഞതിനെ കണ്ടസ്റ്റ് ചെയ്യേ. ഇത് ഈ പറയുന്ന പോലെ ആരെന്ത് പറയുന്നല്ല, ആര് പറഞ്ഞു പറഞ്ഞതെടുക്ക്, ഒന്ന് പറയുന്നതൊന്ന് കേൾക്കൂ, കേൾക്കും. ഇതാണെന്നേ അടിച്ചമർത്തലല്ല, പറയാൻ വരുന്നത് മറ്റൊരു രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ ശ്രമിച്ചോളൂ. പക്ഷെ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കൂ.
എന്താ എന്താ ഇവിടെ സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോഴും നിങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഇത് തന്നെയാണ് ബെവിക്യു ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം വന്നപ്പോഴും പറഞ്ഞത്. നിങ്ങൾ ബ്രൂവറിയും ഡിസ്റ്റിലറിയും അനുവദിച്ച കാലഘട്ടത്തിലും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് കൺസൾട്ടൻസി ആ ഏർപ്പാടിനോട് യോജിക്കുന്നു എന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയസമീപനങ്ങൾക്ക് വിരുദ്ധമായി ഇപ്പോൾ പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇതെല്ലാം പറയും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ലൂയിസ് ബെർജ് എന്ന് പറയുന്ന ഈ സ്ഥാപനം, ലൂയി ബെർജ് എന്ന് പറയുന്ന കൺസൾട്ടൻസ് പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തെ എന്നാണ് ഇതുമായി ചുമതല കൊടുക്കുന്ന ധാരണയിൽ വരുന്നത്? ഇതെന്നാണ്? 2020 ജൂൺ മാസം 18-ാം തീയതി മാത്രമേ സ്ഥലം പോലും കണ്ടെത്താൻ ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടുള്ളൂ. ആ സ്ഥലം ചെറുവള്ളി എസ്റ്റേറ്റ് ആണ്. അത് സംബന്ധിച്ചുള്ള കേസുകൾ കോടതിയിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇനി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 2017 ഇവർക്ക് 4.6 കോടി രൂപയുടെ ധാരണാപത്രവുമായി KSIDCയെ നോഡൽ ഏജൻസിയായി നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സ്ഥലമില്ല, എവിടെയാണ് ശബരിമല എയർപോർട്ട് എന്നുള്ളത് വ്യക്തതയില്ല. എന്നാൽ ആറന്മുള എയർപോർട്ട് ഒരു കാലഘട്ടത്തിൽ, അത് രാജഗോപാൽ എന്ന് പറയുന്ന CPM MA അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവന്നത്, ഞാനന്ന് 2010 മുതൽ 9 മുതൽ 16 വരെ 11 വരെ നിയമസഭയിൽ ഉണ്ടായിരുന്നയാളാണ്. അപ്പോൾ അന്ന് അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ നിലപാടെന്നായിരുന്നു, വ്യത്യസ്ത നിലപാടാണ് പിന്നെ വന്നോട്ടെ. ഞാനൊന്ന് പറയുന്നതൊന്ന് പൂർത്തീകരിക്കാനൊന്നും ശ്രമിക്കൂ. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടാസ് 2020 മാത്രം തീരുമാനമെടുത്ത ഒരു സ്ഥാപനത്തിന് നിയമവിരുദ്ധമായി 2017 എങ്ങനെ കരാറുണ്ടാകുന്നു? ആ കരാറ് മാത്രമല്ല, ഈ കരാറിലെ കൺസൾട്ടൻസി ലൂയി ബെർഗ് എന്ന് പറയുന്ന സ്ഥാപനം കരിമ്പട്ടികയിലാണ് 2015. വേൾഡ് ബാങ്കാണ് കരിമ്പട്ടികയിൽപ്പെടുത്തിയത്. ഇന്ത്യ രാജ്യത്ത് 2 സംസ്ഥാനങ്ങളിൽ, ആസാമിലും ഗോവയിലും അവർ കൈക്കൂലിക്കച്ച് പ്രതിയായി. ആ കൈക്കൂലിക്കച്ച് പ്രതിയായത് എങ്ങനെ? ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തു. ഷുക്കൂറിന്റെ പാർട്ടിയിൽ നേതാക്കന്മാരോട് ചോദിക്കുക, ഏത് ടെലിവിഷൻ സംവാദത്തിലും അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ അനുവദിക്കുന്ന ഒരു ആങ്കറാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്ററാണ് ഞാൻ. താങ്കൾ ഒരുപാട് പറഞ്ഞു. എൻ്റെ വളരെ ലളിതമായ 2-3 ചോദ്യങ്ങളുണ്ടായിരുന്നുള്ളൂ. 2015 കരിമ്പട്ടികയിലാക്കിയ ഈ ലൂയി ബെർജ് കമ്പനിക്ക് 2018 വെർസോവ ബാന്ദ്ര സീലിംഗ് കൊടുത്തത് ആരാണ്? എൻ്റെ ചോദ്യം അതായിരുന്നു. മെട്രോ കൊടുത്തത് ആരാണ്? ദയവ് ചെയ്തിട്ട് നിങ്ങൾ ചോദ്യങ്ങളിൽ നിന്ന് ബെവ്കൂലേക്കും സ്പ്രിംഗ്ലറിലേക്കും ഒക്കെ പോയിക്കോളൂ. പക്ഷേങ്കിൽ നമ്മൾ ഈ സംവാദത്തിൽ, ഞാൻ എന്തുകൊണ്ടാണ് സംവാദം അർത്ഥവത്താകണമെന്ന് പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുക. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, CPMൻ്റെ കാര്യം പറയാൻ യോഗ്യതയും കോമ്പീറ്റൻസും ഉള്ള ബാലഗോപാലുണ്ട്, അദ്ദേഹം പറയും. ബാലഗോപാൽ ഷുക്കൂർ കൃത്യമായി പറയുന്നു, 2015 കരിമ്പട്ടിയെപ്പെടുത്തിയ പിന്നെ ഈ പറഞ്ഞ ലൂയി ബെർജിനെ നിങ്ങൾ എന്തിനാണ് ചുമലിലേറ്റ് നടക്കുന്നത്? അത് മാത്രമല്ല, ഭൂമിയില്ലാത്തൊരു എയർപോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് കൺസൾട്ടൻസി നടത്തിയത്? ഇത് വളരെ കൃത്യമായിട്ട് ഇവിടെ തന്നെ സ്ക്രീനിൽ കാണിച്ചതാണല്ലോ. 3-4 പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ ബോംബെയിലെയും, അതുപോലെ ബോംബെയിലെ സീലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റാണ്. അതിനുശേഷമുള്ള അവിടുത്തെ മെട്രോ, ചെന്നൈയിലെയൊക്കെ. അപ്പോൾ അങ്ങനൊരു കമ്പനി പ്രവർത്തിക്കുന്നതാണ്. അങ്ങനൊരു കമ്പനിയെ തന്നെയാണ് സെലക്ട് ചെയ്തത്, അതും ടെൻഡർ പ്രോസസ്സിൽ കൂടെയാണ്. പിന്നെ അദ്ദേഹം ചോദിച്ച, സാധാരണഗതിയിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ടാത്തൊരു കാര്യമാണ്, ഭൂമി എടുക്കുന്നതിന് മുമ്പാണോ അല്ലെങ്കിൽ ഭൂമിയുടെ ഫൈനൽ കാര്യങ്ങളെല്ലാം വരുന്നതിന് മുമ്പാണോ കൺസൾട്ടൻസി അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്നത്? സാധ്യതാ പഠനം എന്ന് പറയുന്നതാണല്ലോ ഈ ഘട്ടത്തിൽ നടക്കുന്നത്. നിർമ്മാണത്തിൻ്റെ മേൽനോട്ടമല്ല. കണ്ണൂർ എയർപോർട്ടായാലും നമ്മുടെ കൊച്ചി എയർപോർട്ടായാലും മറ്റ് എയർപോർട്ടുകളായാലും നമ്മുടെ ഇപ്പോഴത്തെ എക്സ്പ്രസ് പിന്നെ വളരെ അതിവേഗ റെയിൽവേ പാതയുടെ പണിയായാലും, അതുപോലെ രാജ്യത്തെവിടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ സംബന്ധിച്ചുള്ള ഈ സാധ്യതാ പഠനമെല്ലാം ആയാലും, സാധ്യതാ പഠനമെന്നാണ് ഇതിന് പറയുക. സാധ്യതയെ സംബന്ധിച്ചാണ്. അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത്,
അപ്പം ഒരു പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത്രയും ഗൗരവം കാണണം. കാരണം എല്ലായിടത്തും സ്ഥലമെടുത്ത് പിന്നൊരു 5 വർഷം പഠിച്ചിട്ടല്ല ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ എന്തൊക്കെയാണ് സാധ്യത, ഏത് തരം സ്ഥലമാണ് വേണ്ടത്, അവിടെ എന്ത് റൺവേ വേണം. വിമാനത്താവളത്തിൻ്റെ ആണെങ്കിൽ റൺവേ വേണം. വിഴിഞ്ഞം പോർട്ടിൻ്റെ ആണെങ്കിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ ധാരാളം പ്രവർത്തനങ്ങൾ നേരത്തെ നടന്നത് അത്തരം പേപ്പറുകൾ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. വിഴിഞ്ഞം പോർട്ടിൻ്റെ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ ലോകത്തെ ഏറ്റവും ഈ നാവികകൾ പാതയിൽ നിന്ന് അടുത്തുള്ളൊരു പോർട്ടാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, അണ്ടർ കറണ്ടുകൾ, സീ കറണ്ടുകൾ, ഇതേപോലെ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലും പഠിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള സാധ്യതാ പഠനം പോലും നടത്തണ്ട. ശബരിമലയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് എയർപോർട്ട് വരണ്ട എന്ന തരത്തിലുള്ള തർക്കം മാത്രമായിട്ട് ഇത് തോന്നുന്നു. യാതൊരു വിശ്വാസവും കേൾക്കുന്നവർക്ക് തോന്നുന്നില്ല. നമ്മൾ ശിവശങ്കറിലേക്ക് തിരിച്ചു വരണം. എന്ന കാരണം നമ്മുടെ ഈ പറഞ്ഞ ഹരീഷെ വേറൊന്നും വിചാരിക്കരുത്. ഇന്ന് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി ഇതിലേക്ക് നമ്മൾ തുന്നിച്ചേർക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ സ്നേഹിതൻ ഷുക്കൂറിനെ എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചത്. രാധാകൃഷ്ണ മേനോനാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇൻവെർട്ടർ കൊമ്മ ഈ കൺസൾട്ടൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഈ റിസോഴ്സ് പേഴ്സണൽ എന്ന് പറഞ്ഞ പോലെ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് പേഴ്സണൽ രാധാകൃഷ്ണ മേനോനാണ്. എന്ന കാരണം എന്ന് വെച്ചാൽ ഈ NIA ഓഫീസുകളിൽ നടക്കുന്ന എന്താണെന്ന് ഹരീഷിന് അറിയില്ല, എനിക്കറിയില്ല, ആർക്കും അറിയില്ല. പക്ഷെ അറിയാവുന്ന ഒരാൾ രാധാകൃഷ്ണ മേനോനാണ്. രാധാകൃഷ്ണ മേനോന് സന്മനസ്സുണ്ടെങ്കിൽ, സൗമനസ്യമുണ്ടെങ്കിൽ ഇപ്പം വേണമെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞു തരാൻ പറ്റും. മേനെ ഒന്ന് പറഞ്ഞെന്ന്. അല്ല ബ്രിട്ടാസേ, ഈ NIA എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് മുൻകൂട്ടി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബ്രിട്ടാസ് എന്നോടാ ചോദ്യം ചോദിക്കുന്നത് കേരളത്തിലെ CPM ഭരണത്തിന് കീഴിലെ പോലീസിൻ്റെ ഒരു രീതി വെച്ചിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് എനിക്കതിന് തോന്നുന്നത്. കാരണം ഈ CPM ഭരിക്കുമ്പോൾ പോലീസ് പണ്ട് നമ്മുടെ കോടിയേരി ആഭ്യന്തരമന്ത്രിയൊക്കെ ആകുന്നതിന് മുമ്പ് പ്രസംഗിച്ചു. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കും എന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ചു. അവിടെയും ബോംബുണ്ടാക്കും. അദ്ദേഹം പിന്നീട് ആഭ്യന്തരമന്ത്രിയായി. അപ്പോൾ ആ മാതിരി ഭരണത്തിൻ്റെ ഇത് വരുമ്പോൾ പോലീസിൻ്റെയും കേസിൻ്റെയും സ്വഭാവമൊക്കെ നിയന്ത്രിക്കുന്ന ആ CPMൻ്റെ ഒരു ഏർപ്പാടുണ്ടല്ലോ, ആ ഏർപ്പാട് BJPക്ക് ഇല്ല. കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സമീപനം സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം അന്വേഷണ ഏജൻസികളെ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് അവരെ പ്രവർത്തിപ്പിക്കുക, അവരെ ശരിയായ ദിശയിൽ ചലിപ്പിക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ അന്വേഷണ ഏജൻസിക്കുള്ളിൽ എന്തെങ്കിലും പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിയാനും, കാരണം NIA മാത്രമല്ല, ഇപ്പോൾ പല സംവിധാനങ്ങളുണ്ടല്ലോ രാജ്യത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമീപനം BJP സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് NIA എന്തു തീരുമാനിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി പറയാൻ ഞാൻ അശക്തനാണ് എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. പിന്നെ അതോടൊപ്പം തന്നെ കൺസൾട്ടൻസിയെക്കുറിച്ച് ബ്രിട്ടാസ് വളരെ വാചാലമായി ഇവിടെ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടി ഒരു വാക്ക് സൂചിപ്പിക്കാറുണ്ട്. കാരണം ഈ കൺസൾട്ടൻസിയുടെ അനന്തമായ സാധ്യത ഇപ്പോൾ കേരളത്തിൽ ഇത്രയേറെ ഉണ്ടെന്ന് സാധാരണ സഖാക്കന്മാർക്ക് പോലും ഇപ്പോൾ ബോധ്യമായ ഒരു സാഹചര്യമാണ്. കാരണം നമ്മുടെ സ്വപ്ന സുരേഷിൻ്റെ നിയമനം പോലും നടത്തിയത് കൺസൾട്ടൻസി ആണെന്ന് പറയുമ്പോൾ ബ്രാഞ്ച് ഓഫീസിലെ കത്തില്ലാതെ നിയമനം നടക്കാത്ത CPMൻ്റെ പാർട്ടിക്കകത്ത് പോലും ആ ഭരണത്തിൽ പോലും കൺസൾട്ടൻസിക്കുള്ള അനന്തമായ സാധ്യത. അപ്പോൾ ആ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ശബരിമലയിലും ലൂയി ബർഗറോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ അതേമാതിരിയുള്ള പുതിയ കൺസൾട്ടൻസികളോ ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിൽ CPMനും ഇപ്പോൾ ആ CPMനെ ചുറ്റിപ്പറ്റുന്ന കൺസൾട്ടൻസിയും ഒപ്പം ഉപദേശകരും ചേർന്നുള്ള ഒരു ഉപജാപക സംഘം, അങ്ങനെ പറയേണ്ടി വരും. ആ ഒരു ഉപജാപക സംഘമാണ് ഇപ്പോൾ കേരളത്തെ കൊള്ളയടിക്കുന്ന എല്ലാ കൊള്ളസംഘങ്ങൾക്കും നേതൃത്വം ജനങ്ങൾക്ക് ബോധ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഷുക്കൂർ ചോദിച്ച ഒരു ചോദ്യം ഞാൻ തിരിച്ചു വരും, രാധാകൃഷ്ണൻ തിരിച്ചു വരും. അതായത് കൺസൾട്ടൻസിക്കെതിരെ CPM നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഷുക്കൂർ പറഞ്ഞു നിങ്ങളുടെ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ്. എന്താ കാരണം വെച്ചാൽ ഷുക്കൂറിന് അറിയാവുന്ന ഈ പാർട്ടി തീരുമാനം ബാലഗോപാലിന് അറിയാതെ പോകാൻ പാടില്ലല്ലോ. അത് കാരണം വെച്ചാൽ കൺസൾട്ടൻസിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി നേരത്തെയും ഞങ്ങളുടെ നേതാക്കന്മാർ, സംസ്ഥാന സെക്രട്ടറിയും മറ്റ് കേന്ദ്ര നേതാക്കന്മാരും എല്ലാം പറഞ്ഞ കൺസൾട്ടൻസി എന്ന് പറയുന്നത് ആകെ എതിർക്കുന്നൊരു നയം CPM എടുത്തിട്ടില്ല, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് ആ നയമില്ല. കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഇതൊന്നും പിന്നെ വലിയ കൺഫ്യൂഷനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. കാര്യം
ഒരു പുതിയ സംവിധാനം വരുന്നു, വിമാനത്താവളം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പോർട്ട് ഉണ്ടാക്കണം, റെയിൽവേയുടെ എന്തൊരു കാര്യം വേണം, അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല. IT-യും നാനോ ടെക്നോളജിയും പോലുള്ള സാങ്കേതിക വിദ്യകൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ റവന്യൂയോ ഇറിഗേഷനോ അല്ലെങ്കിൽ തൊഴിൽ വകുപ്പിനോ ഒന്നും അക്കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് താൽക്കാലികമായി എങ്ങനെയാണ് ഒരു വ്യവസായ സ്ഥാപനം ഉണ്ടാവേണ്ടത് എന്ന് പറയാൻ താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ അതിൻ്റെ സാധ്യതാ പഠനം, അതിൻ്റെ പിന്നെ ആദ്യത്തെ ഘട്ടത്തിൽ ഇംപ്ലിമെന്റേഷൻ, ഈ ടെക്നിക്കലി വലിയ സാധ്യത ഇതാണ് ഞങ്ങളുടെ കൽക്കട്ട പാർട്ടി കോൺഗ്രസോ അല്ലെങ്കിൽ സൽക്യ പ്ലീനമോ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് ഷുക്കൂർ പറയുന്നത്. പ്ലീനത്തെ പറ്റിയൊക്കെ ഷുക്കൂർ പഠിക്കുന്നത് നല്ലതാണ്. അതുപോലെ കൺസൾട്ടൻസിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നയമില്ല എന്നുള്ളത് ബാലഗോപാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അവർ കൺസൾട്ടൻസിക്ക് പെർസെ എതിരല്ല, ആവശ്യമുള്ള സമയത്ത് വരണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ ഹരീഷ്, അതായത് ഇന്നത്തെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്നത്തെ ചോദ്യം ചെയ്യുന്നത് അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഷുക്കൂർ പറഞ്ഞോളൂ. ഷുക്കൂറിന് വേണ്ടി ഞാൻ വേദി ഒരുക്കി തന്നിരിക്കല്ലേ. ഷുക്കൂറിന് ഇടയ്ക്ക് പറയണേ പറഞ്ഞോളൂ. അല്ല, വിട്ടാസ ബാലഗോപാല് ഈ കൺസൾട്ടൻസി എന്നുള്ള ആ പ്രസ്ഥാനത്തെക്കുറിച്ച് CPM-ന്റെ നയസമീപനങ്ങൾ എന്താണെന്നുള്ള വിശദീകരിക്കണം. ഏതായാലും കൊള്ളാം. ഏതായാലും കേന്ദ്ര കമ്മിറ്റിയുടെയും പൊളിറ്റ് ബ്യൂറോയുടെയും ഒക്കെ തീരുമാനങ്ങൾ എത്തരത്തിലായിരുന്നു എന്നും എത്തരത്തിലാണ് അതിനെയൊക്കെ നമ്മൾ ഇവിടെ പ്രതിപക്ഷത്തിൽ നിങ്ങളിരിക്കുമ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് എന്താണ് പറഞ്ഞതെന്നുള്ളതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം വ്യക്തമായി അറിവുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഷുക്കൂർ, താങ്കൾക്ക് കൂടി അറിയാൻ താല്പര്യമുള്ളത്, ശിവശങ്കർ IAS ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായി പുറത്തേക്ക് ഇറങ്ങുന്നു. അതായത് ശിവശങ്കർ IAS NIA-യുടെ 10 മണിക്കൂറോളം 9.5 മണിക്കൂറോളം വരുന്നു. നോക്കുക, അദ്ദേഹം ചോദ്യം ചെയ്യൽ ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തെ കയ്യാമം വെച്ച് മജിസ്ട്രേറ്റ് ജഡ്ജ് NIA കോടതിയിൽ ഹാജരാക്കി കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു പ്രവചനം. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം. ഞാനിപ്പോൾ ഈ കാണുന്ന ചിത്രത്തിൽ, ഞങ്ങളുടെ ലേഖനം അവിടെ നിന്ന് പകർന്നു നൽകുന്ന ചിത്രത്തിൽ, ഹരീഷ് ടെലിവിഷൻ കാണാൻ പറ്റില്ലെങ്കിലും ഇപ്പോൾ കണ്ടോളൂ. ഇപ്പോൾ കാണുന്നതിൽ ശിവശങ്കർ വളരെ കൂളായി ഇറങ്ങുന്നു. അദ്ദേഹം തൻ്റെ കാറിൽ കയറുന്നു. ആ കാറ് പത്രപ്രവർത്തകരെ വകഞ്ഞു മാറ്റി, ക്യാമറമാരെ വകഞ്ഞു മാറ്റി മുമ്പോട്ട് പോകുന്നു. മുമ്പോട്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ മുമ്പിലുള്ള ദൃശ്യം. അതിൽ NIA-യുടെയോ പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ കാണുന്നില്ല. NIA കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗം ഞാൻ കാണുന്നില്ല. കോടതിയിൽ നിന്ന് കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന രംഗം കാണുന്നില്ല. അങ്ങനെ ശിവശങ്കർ കാക്കനാട് ജയിലിലാകുമ്പോൾ അതിൻ്റെ പ്രകമ്പനങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഇതാണ് എൻ്റെ മുമ്പിലുള്ളത്. ഹരീഷ്, എനിക്ക് ഇത്രയൊക്കെ താങ്കൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുള്ളൂ. ടെലിവിഷൻ കാണാത്ത താങ്കൾക്ക് വേണ്ടി ഈ വിഷ്വലിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക ഒരു വ്യാഖ്യാനം, അതല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു പ്രതിപാദനം എനിക്ക് തരാൻ പറ്റുള്ളൂ. അല്ല, ബ്രിട്ടാസ് ഇതുകൊണ്ട് അവസാനിപ്പിച്ചില്ലേ? പ്രശ്നം ഇതുകൊണ്ട് തീരുന്നില്ല. ശിവശങ്കർ എറണാകുളത്ത് നിന്ന് ഇറങ്ങി തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ മാധ്യമങ്ങൾ എന്താ പറയാൻ പോകുന്നത്? തിരുവനന്തപുരം ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് ഇപ്പം തീരുമാനിക്കില്ല. NIA-യുടെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ച് തടഞ്ഞ് അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാധ്യത നിലനിർത്തിക്കൊണ്ട് ഒരു 3-4 മണിക്കൂറും കൂടെ നമ്മുടെ ടാം റേറ്റിംഗ് ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് മാത്രമേ ഈ പ്രശ്നം അവസാനിക്കുകയുള്ളൂ. അല്ല, NIA ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടതുകൊണ്ട് ചാനലുകൾ വിടാൻ പോകുന്നില്ല. ഞാൻ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പറഞ്ഞത്, ഈ നിലവാരത്തിലാണ് കേരളത്തിലെ ചാനലുകൾ പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ്. NIA വിട്ടാലും മാധ്യമങ്ങൾ വിടാൻ പോകുന്നില്ല. NIA മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ അവരുടെ പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനെതിരായി ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരുടെ ഒരു ധർണ ഒരുപക്ഷെ NIA-യുടെ ഓഫീസിന് മുമ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ടതാണ് വാസ്തവത്തിൽ. കാരണം ഒരു തൊഴിലാളികളുടെ ഇത്രയും ദിവസമായിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് പോകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു പ്രതിഷേധം അവരവിടെ കാണിക്കാതെ പോകാൻ സാധ്യതയില്ല. ഈ ഇൻസൈഡ് സ്റ്റോറികൾ എന്ന് പറഞ്ഞ് ഇവർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന, മണിക്കൂറുകളോളം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 4-5 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ശിവശങ്കറിനെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല. അദ്ദേഹം തെറ്റുകാരനാണെന്ന് NIA കാണുന്നുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലട്ടെ.
അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള എന്തെങ്കിലും കിട്ടിയതുകൊണ്ടായിരിക്കുമല്ലോ 160 CRPC അനുസരിച്ച് ഒരു നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തിയത്. അദ്ദേഹത്തോട് ചോദിക്കാവുന്ന മുഴുവൻ ചോദ്യവും ചോദിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലാതെ അവിടെ ഗെയിം കളിക്കായിരുന്നില്ലല്ലോ അവർ. ഇത്രയും മണിക്കൂറുകൾ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുകയോ പ്രതിസ്ഥാനത്ത് ചേർക്കുകയോ വേണ്ട എന്ന് NIA തീരുമാനിച്ചു, അദ്ദേഹത്തെ വിട്ടയക്കുന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് ഈ 2 ദിവസമായി 3 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ഒരു ശിവശങ്കറിൻ്റെ മാത്രമല്ല. ഈ സ്ഥാനത്ത് ബ്രിട്ടാസ് വരാം, ഞാൻ വരാം, ബാലഗോപാൽ വരാം, ഷുക്കൂർ സാർ, ഇതിനകത്തുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും വരാം. എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രതിസ്ഥാനത്ത് ഏതെങ്കിലും ഒരു കേസിലുണ്ട് എന്ന് സംശയിക്കപ്പെട്ടാൽ അന്ന് മുതൽ അയാൾ അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് ചവിട്ടുന്ന ആളായിരുന്നു എന്ന് അമ്മയെ കൊണ്ട് വരെ പറയിപ്പിച്ച് അന്ന് മുതൽ മോശക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. ഇതിനെന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ എനിക്ക് വേണ്ടില്ല, ഏതെങ്കിലും ഒരു പീസ് ഓഫ് എവിഡൻസ് ഉണ്ടെങ്കിൽ വേണ്ടില്ല. ഇനി നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം ബ്രിട്ടാസ് ഇതിനേക്കാൾ ഗൗരവമുള്ളതാണ്. ഇത് നമ്മൾ തമാശയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. മാധ്യമങ്ങൾ ആളുകളെ വേട്ടയാടുന്നു. നമ്പിനാരായണനെ പോലൊരു ഇര നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്പിനാരായണൻ എത്രയോ ഭേദമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്പിനാരായണൻ എല്ലാ ദിവസവും രാവിലെ വരുന്ന പത്രം മാത്രമേ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നുള്ളൂ, 24 മണിക്കൂറും വേട്ടയാടിയിരുന്നില്ല. നമ്പിനാരായണൻ ലിഫ്റ്റിലേക്ക് പോകുമ്പോഴോ കാറിലേക്ക് പോകുമ്പോഴോ സ്വന്തം ഭാര്യയുമായിട്ട് നടക്കാൻ പോകുമ്പോഴോ ഡോക്ടറെ കാണാൻ പോകുമ്പോഴോ ഒന്നും വേട്ടയാടുന്നുണ്ടായിരുന്നില്ല. ഇത് നേരിട്ട് പോയി ഫിസിക്കലി തടയുകയാണ്. മൊബൈൽ ഫോണിലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ നമ്പിനാരായണനുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തുകയല്ല, പക്ഷേ അതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്കാണ് മാധ്യമങ്ങൾ പോകുന്നത്. ഇതിനേക്കാൾ ഗൗരവമായ മറ്റൊരു വിഷയം, കസ്റ്റംസ് അന്വേഷിക്കുന്ന ഒരു കേസാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. അത് കസ്റ്റംസിൻ്റെ നിയമം അനുസരിച്ച് കസ്റ്റംസാണ് അന്വേഷിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് NIA ഇതിനകത്തേക്ക് വരുന്നത്? ഒരു ആൾക്ക് പോകാൻ 2 ഓട്ടോറിക്ഷ വേണ്ട എന്ന് പണ്ട് മാമുക്കോയൊരു സിനിമയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, റാംജി റാവു സ്പീക്കിംഗ്. ഇതുപോലെയാണ് ഒരു കേസ് അന്വേഷിക്കാൻ 2 ഏജൻസി. എന്താണ് NIA സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കാനുള്ള സാഹചര്യം? പാർലമെൻറ്റിൻ്റെ ഒരു പ്രത്യേക ഭേദഗതിയിലൂടെ ടെററിസം എന്ന ഈ ആക്ടിൻ്റെ കീഴിൽ, ഈ ആക്ടിൻ്റെ നിർവചനത്തിനകത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന രീതിയിലുള്ള സ്മഗ്ലിംഗ് ഇതിൻ്റെ പ്രൊവിഷനിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് അന്വേഷിക്കാൻ അവർക്ക് പറ്റുന്നത്. പക്ഷേ ഒരു കേസ് 2 പേര് അന്വേഷിക്കുമോ? ഇല്ല, നമുക്കറിയാം അങ്ങനെ അന്വേഷിക്കാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റംസ് അന്വേഷിക്കുന്ന കേസിൽ എന്താണ് NIA അന്വേഷിക്കുന്നത്? കസ്റ്റംസ് അന്വേഷിക്കുന്നത് സ്വർണ്ണ കള്ളക്കടത്ത് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് നിയമങ്ങളുടെ ലംഘനമാണ്, കൊഫെപ്പോസ പോലുള്ള നിയമങ്ങളുടെ ലംഘനമാണ്. NIA എന്താണ് അന്വേഷിക്കുന്നത്? ഈ കള്ളക്കടത്ത് ആര് നടത്തി, എങ്ങനെ നടത്തി എന്നുള്ളതല്ല. ആ പണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയി? അത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് പോയോ, രാജ്യത്തിൻ്റെ ഭദ്രത തകർക്കുന്ന നിലയ്ക്ക് പോയോ? ഇത്തരം കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. ഇതിൽ കസ്റ്റംസിനില്ലാത്ത, കസ്റ്റംസ് വളരെ ദീർഘനേരമായി ചോദ്യം ചെയ്ത്, ബ്രിട്ടാസിന് അറിയുമായിരിക്കും ഒരാളെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അവർ ആദ്യം ചെയ്യുന്നത് എന്താ, കേസ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് മെസ്സേജുകൾ, നമ്മുടെ ഫോൺ മെസ്സേജുകൾ, നമ്മൾ ഈ കഴിഞ്ഞ 1 വർഷമായി എവിടെയൊക്കെ സഞ്ചരിച്ചു, ഏതൊക്കെ ടവർ ലൊക്കേഷനുണ്ടോ, ഇതെല്ലാം എടുക്കും. ഇതെടുത്തിട്ട് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാതെ തന്നെ കിട്ടാവുന്ന കാര്യങ്ങൾ മുഴുവൻ അവർ ശേഖരിക്കും. എന്നിട്ടാണ് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യുന്നത്. ഏത് ഏജൻസിയും അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത കസ്റ്റംസ് വിട്ട ഒരു പ്രതിയെ NIA ചോദ്യം ചെയ്യുമ്പോൾ NIAക്ക് ഫർദറായിട്ട് കിട്ടിയ ചോദ്യങ്ങളല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഈ അറസ്റ്റൊക്കെ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുക? എനിക്കറിയില്ല. എങ്ങനെയാണ് നമ്മൾ ഒരാളെ അറസ്റ്റ്, ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പോലും ഈ ചോദ്യം ചെയ്ത് വിട്ടയക്കാൻ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് എന്നോട് 8 മണിക്ക് ചോദ്യം ചോദിച്ചാൽ NIA ഓഫീസറോട് നേരിട്ട് ചോദിച്ചാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 8:45 അദ്ദേഹത്തിന് പറയാം, ഇല്ല ഇന്നിപ്പോൾ അറസ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് പോലും ഈ ക്രിമിനൽ നടപടി നിയമത്തിനനുസരിച്ച് അവസാന നിമിഷം വരെ തീരുമാനിക്കാൻ പറ്റില്ല അറസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന്. അപ്പോൾ എങ്ങനെയാണ് മാധ്യമങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്നോ ഇല്ല എന്നോ പറയുന്നത്? ഇത് അസംബന്ധമാണ്. ഹരീഷ് ഒരുപക്ഷെ ടെലിവിഷൻ കാണാത്തതുകൊണ്ട് ഞങ്ങളുടെ ചർച്ചകൾ കണ്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അത്യാവശ്യം ഞാൻ തന്നെ അതിൽ പറയുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇത്രത്തോളം സെൻസേഷനിസം ഇതിലേക്ക് കുത്തിയിറക്കരുത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം NIAയുടെ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കാർ കയറി അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം യാത്ര പുറപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ചെയ്യുന്നത്. പക്ഷേ ചില മാധ്യമങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് ഈ ചോദ്യം ചെയ്യൽ ഇനിയും തുടരും, അങ്ങനെ അദ്ദേഹം പരിപൂർണമായി മുക്തനായിട്ടില്ല. ഇനിയിപ്പം അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ഗ്രാഫൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒറ്റ സങ്കടം മാത്രമേ എൻ്റെ സഹപ്രവർത്തകർക്കുള്ളൂ. അതായത് അല്പം ഇരുട്ട് വീണതുകൊണ്ട് കൃത്യമായ ചില ദൃശ്യങ്ങൾ കിട്ടാൻ ഒരു പ്രയാസമുണ്ട്. തെരുവുവിളക്കുകളുടെ പിൻബലത്തിൽ മാത്രമേ ഈ വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേങ്കിൽ ഹരീഷ് പറഞ്ഞ വളരെ കറക്റ്റാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഷുക്കൂറും ചിന്തിച്ചു നോക്ക്. അതായത് ഈ ശിവശങ്കറിന് ഇല്ലാത്തതായിട്ടുള്ളൊരു പ്രശ്നവുമില്ല.
കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ കെ ഫോണിനെ കുറിച്ച് പറഞ്ഞു. കെ ഫോൺ, ശിവശങ്കറാണ് കെ ഫോണിൽ 500 കോടി ഉറുപ്പികയുടെ തട്ടിപ്പ് നടത്തി, രാധാകൃഷ്ണ മേനോൻ്റെ നേതാവ് പറഞ്ഞു. ഞാൻ ഇന്നലെ ഈ ഷോയിൽ, ഇവിടുത്തെ ഈ പരിപാടിയിൽ കെ ഫോണിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു മനുഷ്യൻ വീണു, ഓക്കെ, ശിവശങ്കർ എന്നുള്ള ഒരു IAS കാരൻ വീണു, ഒരു സംശയത്തിൻ്റെ മുനയിൽ പെട്ടു. പക്ഷേങ്കിൽ അയാൾ അർഹിക്കാത്ത എല്ലാ കുറ്റങ്ങളും അങ്ങേരുടെ പെടലേക്ക് വെച്ചിട്ട് അങ്ങേരെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തനവും മാധ്യമ പ്രവർത്തനവും എന്താണ് സൂചിപ്പിക്കുന്നത്? ഹരീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഷുക്കൂറെ, നാളെ ഷുക്കൂറിനും വേണമെങ്കിൽ പ്രശ്നം പറ്റാം, ആർക്കും പറ്റാം, ഇവിടെ ഇരിക്കുന്ന ആർക്കും പറ്റാം. ഈ രീതിയിലുള്ളൊരു വേട്ടയാടലാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ, ഈ രീതിയിലുള്ള പ്രൊഫസീസ്, പ്രവചനങ്ങൾ, എന്നാണ് ഗ്രാഫിക്സിലൂടെ എങ്ങനെയാണ് NIA ചോദ്യം ഓഫീസിൽ നിന്ന്, ഞാനൊരു കണ്ടതാണ്, NIA ഓഫീസിൽ നിന്ന് ഈ പറഞ്ഞ NIA കോടതിയിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ജഡ്ജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി, ആ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് കാക്കനാട് ജയിലിലേക്ക് പോകുന്ന ഒരു റൂട്ട് മാപ്പ്. ഈ അടുത്ത കാലത്തായിട്ട് റൂട്ട് മാപ്പ് എന്നുള്ള സാധനം ഈ കോവിഡുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ ആദ്യമായിട്ട് റൂട്ട് മാപ്പ് പോലും വരച്ചു. ഷുക്കൂർ ബായി, ശിവശങ്കറിനെ തൂക്കിക്കൊല്ല്, പക്ഷെങ്കിൽ കെ ഫോണ്, മറ്റത് മറിച്ചത് തിരിച്ചത്, ഇതൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണോ ബായി? ബ്രിട്ടാസ് എന്നോടാണോ? എനിക്ക് മറുപടി പറയാവോ? മുഴുവൻ പറ. എനിക്ക് പറയാവോ? ബ്രിട്ടാസെ ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് ശേഷമുള്ള ഭരണ നിർവഹണത്തിൻ്റെ ഓരോ നടപടികളും നമ്മളൊന്ന് പരിശോധിച്ചേ. മാധ്യമപ്രവർത്തകർ മാത്രമാണോ? പൊതുസമൂഹം പല ഘട്ടങ്ങളിലായി, അത് ഏതെല്ലാം ഘട്ടങ്ങളിൽ, 2 പ്രളയം, ഒരു ഓക്കി ദുരന്തം, ഇപ്പോൾ കോവിഡ് ദുരന്തം, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള എത്രയോ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ച് ഏതെല്ലാം തരത്തിലാണ് പൊതുസമൂഹം അതിനെയെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളത്? ഏതെല്ലാം തരത്തിലാണ് 2 മഹാപ്രളയങ്ങൾ നടന്ന സംസ്ഥാനത്ത് ഈ ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളിൽ എത്രമാത്രം നീതിപൂർവമായ നിലപാടെടുത്തിട്ടുണ്ട്, നടപടിയെടുത്തിട്ടുണ്ട്? അപ്പോൾ എല്ലാത്തിലും അത് മാത്രമാണോ? കോവിഡിൻ്റെ മറവിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്ന എത്രയോ കാര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഏറ്റവും ഒടുവിൽ കെ ഫോൺ വന്നു. കെ ഫോണിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു. അത് എന്തുമാകട്ടെ, അവിടെ നിൽക്കട്ടെ, ബാക്കി എല്ലാം എടുക്കൂ. സ്പ്രിംഗ്ലർ കരാർ മുതൽ അതിന് തൊട്ട് മുമ്പുള്ള നടപടികൾ മുതൽ കൺസൾട്ടൻസി രാജാണ് ഇപ്പോൾ വെല്ലുവിളിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. CPIയെ പോലെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനായിട്ടില്ല ഇത്തരം കാര്യങ്ങളിൽ. നിങ്ങളുടെ ഘടകകക്ഷി ഇന്ന് ജനതാദൾ നീലലോഹിതദാസ് നാടാർ ഒരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആ പ്രമേയം പാടില്ല എന്നൊരു ഘടകകക്ഷി തീരുമാനിച്ചു. അപ്പോൾ എന്താണ് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ജനങ്ങൾ വിലയിരുത്തപ്പെടുന്നത്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ 57-ന് ശേഷം ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുപ്പ് നടന്ന് അധികാരത്തിൽ വന്ന ഏത് ഗവൺമെൻറ്റിൻ്റെ, ഏത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 2,20,000 രൂപ ശമ്പളം പ്രതിമാസം വാങ്ങുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റത്തിലെ പ്രതിയായി ചേർക്കപ്പെട്ട് 26 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ NIAയുടെ മുൻപാകെ UAPA കസ്റ്റംസിന് മുൻപാകെ ബിട്ടാസ് ഒരു ചോദ്യം കഴിഞ്ഞ തവണ എന്നോട് ചോദിച്ചു, ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് കസ്റ്റംസിലേക്ക് ഫോൺ പോയത്? ഒരു ശബ്ദം കേട്ടോളൂ, ഒരു ശബ്ദം നിങ്ങൾ പറഞ്ഞ ഒരുപാട് കേട്ടു, വളരെ സമർത്ഥമായി. എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദ്യം ചെയ്യാം. അല്ല, ഒന്നും കൂടി അപ്പൊ കേൾക്ക്. ചോദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ പല കാര്യങ്ങളും അറിയാനുണ്ടല്ലോ. ഓരോ സാക്ഷിയും, ഒരു സാക്ഷി മാത്രമല്ല, എല്ലാ സാക്ഷികളെയും ഒരു ചോദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ ഈ സാക്ഷിയെ കാണുന്നത് കൊണ്ട് മാത്രമാണ്, നമ്മൾ ഈ സാക്ഷിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തെ ഇത്ര ദിവസം. ബാക്കിയുള്ള സാധാരണക്കാരെയും ആളുകളെയും ചോദ്യം ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കേണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട്
സരിത്തടക്കമുള്ള പ്രതികൾ മറ്റുള്ളവരും അവിടെ ഉണ്ടായിരുന്നില്ല അതേ ഓഫീസിൽ ശിവശങ്കറിന്റെ അഭിഭാഷകനാണ്. സാധ്യതയുണ്ടോ? ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ആ ആസ്പെക്ട്സ് എല്ലാം അവർ കൺസിഡർ ചെയ്യാണ്ട് NIA പോലത്തെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ലാണ്ട് ചെയ്യില്ലല്ലോ. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരാളെ രാജ്യദ്രോഹ കുറ്റത്തിൽ പെടുത്തുക എന്നുള്ളതാണ്. അതിന് SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിലെയോ അല്ലെങ്കിൽ 498 പോലത്തെ ഒരു ഫാൾസ് ഇംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ചെയ്യണമെന്നാണ് ഞാൻ പറയണേ. അതിനുള്ള ഉത്തരവാദിത്വം ഏത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആണെങ്കിലും അവർക്കുണ്ട്. ഇതുവരെയുള്ള നടപടികളെല്ലാം നിയമപരമായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇത് ശിവശങ്കറിൻ്റെ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് രാജീവ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശകലമാണ് ഞാൻ കേൾപ്പിച്ചത്. ഞാൻ ബാലഗോപാലിലേക്ക് വരുന്ന മുമ്പ് എനിക്ക് ഷുക്കൂറിനെ ഒന്ന് അഭിനന്ദിക്കണം. എന്ന കാരണം വെച്ചാൽ എത്ര മെയ് വഴക്കത്തോടു കൂടിയാണ് ഷുക്കൂർ എൻ്റെ ചോദ്യങ്ങളിൽ നിന്നിങ്ങനെ കുതറി മാറിയിട്ട് CPI, നീലലോഹിതദാസ് നാടാർ, വളരെ ഷുക്കൂർ ഇത്രയും മെയ്വഴക്കം ഉണ്ടായിട്ട് പോലും ഷുക്കൂർ പലപ്പോഴും ഈ ഗ്രൂപ്പ് പ്രശ്നത്തിലൊക്കെ അല്പം ഒന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയത് എങ്ങനെയാണെന്ന് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇത്രത്തോളം മെയ്വഴക്കമുള്ള പ്രാഗൽഭ്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഷുക്കൂർ. ഞാൻ ചോദിച്ച ഒരു കാര്യത്തോടും ഷുക്കൂർ പ്രതികരിച്ചില്ല. മറിച്ച് ബാലഗോപാലിനെ തലങ്കും വിലങ്കും കുറേ പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചാൽ 57 ശേഷം, ചെറിയ കാര്യമല്ല ബാലഗോപാലൻ, 957 ശേഷം മാത്രമല്ല നിങ്ങൾക്ക് CPIയെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല. CPIയെ ബോധ്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് പുള്ളിക്ക് ഉൾക്കൊണ്ടയില്ല. പക്ഷേ നീലലോഹിതദാസ് നാടാരുടെ പാർട്ടി, അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ബാലഗോപാലൻ നിങ്ങളുടെ പാർട്ടി നിൽക്കുന്നത്. അത് അദ്ദേഹം ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ ഇന്നിപ്പോൾ വന്ന കാര്യങ്ങൾക്കോ അല്ല മറുപടി പറയുന്നതെന്നുള്ളതെല്ലാം നമ്മളെല്ലാം കണ്ടതാണ്. ഇക്കാര്യത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് തന്നെയാണല്ലോ ഗവൺമെൻറ് എടുത്തത്. അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ ആദ്യം തന്നെ മുഖ്യമന്ത്രിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തയച്ചത്. ഇങ്ങനെ ഒരു പരാതി, ഇങ്ങനൊരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കണം. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങൾ കൂടി വരേണ്ടതുണ്ട് എന്നുള്ളത് വേറെ കാര്യം. അത് നമ്മൾ ആരും ചർച്ച ചെയ്യുന്നില്ല. കാരണം 200 ടൺ സ്വർണം വരുന്നു, അതിനകത്ത് അല്പം മാത്രമേ പിടിക്കുന്നുള്ളൂ. ഈ കസ്റ്റംസ് ആക്ടിൻ്റെ കാര്യം നേരത്തെ ഹരീഷ് ഇവിടെ പറഞ്ഞു. കസ്റ്റംസ് ആക്ട് അനുസരിച്ച് സാധാരണഗതിയിൽ വളരെ ദുർബലമായ ഇത് പിടിച്ചെടുക്കാനൊക്കെയുള്ള വകുപ്പേ ഉള്ളൂ. NIAയുടെ ഒരു വകുപ്പൂടെ വന്നില്ലെങ്കിൽ ഇത്രയും അന്വേഷണം നടക്കില്ല. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് വ്യാപകമായി വരുന്നു, എത്രയും കാലത്ത് ഇവിടെല്ലാം നടന്നിട്ടും പിടിക്കുന്നില്ല. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഗൗരവമായി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് കേരളത്തിലെ സർക്കാരാണ്. ഈ സംഭവം വന്നു കഴിഞ്ഞപ്പം മുഖ്യമന്ത്രി കത്തയച്ചു. അതിനുശേഷം ഈ ശിവശങ്കറിനെ സംബന്ധിച്ച് പരാതി വന്ന് അദ്ദേഹത്തെ ഓഫീസിൽ നിന്ന് മാറ്റി നിർത്തി. പരാതി എന്ന് പറഞ്ഞാൽ ഈ കേസിനകത്ത് പ്രതിയായ ഒരു സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നുള്ളതാണ്. പിന്നീട് ചീഫ് സെക്രട്ടറി അന്വേഷണം വെച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായി സിവിൽ സർവീസ് നിയമം അനുസരിച്ച് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളത് അംഗീകരിക്കാൻ തയ്യാറാവണ്ടേ? ഞാൻ നേരത്തെയുള്ള കാര്യങ്ങളൊന്നും പലതൊന്നും പറയുന്നില്ല. പഴയത് ഇവിടെ നേരത്തെ തന്നെ സംസാരിക്കുമ്പോൾ ഹരീഷ് തന്നെ നമ്പി നാരായണൻ്റെ ആ കേസ് വന്നപ്പോഴുള്ള സംഭവങ്ങൾ, അതിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ പാവപ്പെട്ട കരുണാകരനെ, ഞാൻ പാവപ്പെട്ട കരുണാകരൻ എന്ന് പറയുമ്പോൾ നിങ്ങളന്ന് ശക്തമായി എതിർത്തില്ലെന്ന് ചോദിക്കും നിങ്ങളുടെ പാർട്ടി. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ മുറിയിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായി ശ്രീ കരുണാകരനെ രാജിവെപ്പിക്കാൻ തയ്യാറായ നേതാക്കന്മാരുടെ പിന്തുടർച്ചക്കാരാണ് ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വമെന്ന് ഞങ്ങളാരും മറന്നിട്ടില്ല, കേരളം മറന്നിട്ടില്ല. അങ്ങനെ ഗൂഢാലോചന നടത്തി സ്വന്തം മുഖ്യമന്ത്രിയെ തന്നെ കള്ളക്കേസിൽ പെടുത്തി നമ്പി നാരായണൻ എന്ന് പറഞ്ഞ പാവപ്പെട്ടൊരു മനുഷ്യനെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ എത്തിച്ച നിങ്ങളുടെ ഭാഗത്തുനിന്ന് മര്യാദ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഇക്കാര്യമൊക്കെ നിങ്ങൾ പറയുന്നതിനകത്ത് യാതൊരു അതിനകത്തൊരു അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞല്ലോ CPIയുടെ കാര്യം, LDFിൻ്റെ കാര്യം, LDFിൻ്റെ CPIയുടെ ഒക്കെ കാര്യം ഞങ്ങൾ പരിഹരിച്ചോളാം മിസ്റ്റർ ഷുക്കൂർ, ഞങ്ങൾ ആ കാര്യം പരിഹരിച്ചോളാം, ഞങ്ങൾ ആ കാര്യം നോക്കി പൊക്കോളാം. അവരെ ബോധ്യപ്പെടുത്തിയും LDFിലെ ആളുകളെ ബോധ്യപ്പെടുത്തി അല്ലാതെ ഈ കാര്യം പോകുന്നില്ല. എന്തായാലും ഇന്നിപ്പോൾ താങ്കൾക്കും ഒരു കാര്യം മനസ്സിലായല്ലോ, കഴിഞ്ഞ 28 മണിക്കൂറായിട്ട് അറസ്റ്റ് ചെയ്യുമെന്ന് കരുതിയിരുന്ന ആളെ ഏതായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തില്ലല്ലോ. നിങ്ങളും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാണല്ലോ. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടാവും, കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവും. ഉടൻ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണം, പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവിന് ആഗ്രഹിക്കാം. അതൊക്കെ ആഗ്രഹത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ജനങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളിൽ അതിനകത്ത് അടിസ്ഥാനം ഉണ്ടാവണം, ഒരു അടിസ്ഥാനപരമായ സത്യസന്ധത ഉണ്ടാവണം, രാഷ്ട്രീയ വാശികളുണ്ടാവാം. ഇതിനകത്ത് ഉടനെ പറയുന്നത് LDFിനകത്തെ പോരായ്മയെ പറ്റിയാണ് പറയുന്നത്, CPMൻ്റെ നയത്തെ പറ്റിയാണ്. CPMൻ്റെ നയം നോക്കാൻ CPM ഉണ്ടല്ലോ. അല്ല, പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യം ഈ ഷുക്കൂർ എങ്ങനെയാണ് ഈ പാർട്ടി കോൺഗ്രസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം? ഇത് കാരണം വെച്ചാൽ ഷുക്കൂറിൻ്റെ കയ്യിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ കാണുന്നതാണ് എന്തൊക്കെയോ CPMൻ്റെ ഈ പറഞ്ഞ എംബ്ലമൊക്കെ ഉള്ള ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഷുക്കൂർ ഭായ് ഒന്നും കൂടി ശ്രദ്ധിച്ച് വായിക്കുക. എന്ന കാരണം വെച്ചാൽ പലതും അതിനകത്ത് നിന്ന് കിട്ടാനുണ്ട്.
ബാലഗോപാലിനെ പോലുള്ള ആൾക്കാർ ഡിഫെൻസീവിലേക്ക് ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ആ ഒരു നിരന്തരമായ പഠനത്തിലൂടെ മാത്രമാണ് ഈ പറഞ്ഞ ബാലഗോപാലിനെ ഈ ഭിത്തിയിലേക്ക് തള്ളാൻ പറ്റുള്ളൂ. ഈ രാധാകൃഷ്ണ മേനോൻ എന്തൊരു സൗമ്യനാണെന്നറിയോ? എന്താ കാരണം വെച്ചാൽ ഞാൻ രാധാകൃഷ്ണ മേനോൻ ഒരു 2 വാചകം വായിച്ചു തരാം. ഇത് പറഞ്ഞത് ആരാന്നുള്ള രാധാകൃഷ്ണ മേനോൻ അറിയാം. നിങ്ങൾ ഓർത്തോളൂ, NIA എന്ന് പറഞ്ഞാൽ അമിത്ഷാ നയിക്കുന്ന അന്വേഷണ സംഘമാണ്. സെക്രട്ടേറിയറ്റ് ലക്ഷ്യം വെച്ചാണ് അത് നീങ്ങുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ശിവശങ്കറിനെ ചവിട്ടി അത് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കും. മിസ്റ്റർ രാധാകൃഷ്ണ മേനോൻ, നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ടൊരു നേതാവ് പ്രസംഗിച്ച കാര്യം, നിങ്ങൾ വളരെ നല്ല സൗമ്യനായതുകൊണ്ടും വളരെ മോഡസ്റ്റ് ആയതുകൊണ്ടും അതൊരു അന്വേഷണ ഏജൻസിയാണ്, അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സഹപ്രവർത്തകൻ പ്രസംഗിച്ചതാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇനി ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുത്തോളൂ. ഇവിടെ NIA-യുടെ അന്വേഷണം സെക്രട്ടേറിയറ്റിൽ എത്തില്ല എന്നൊന്നും നമുക്കാർക്കും ഇപ്പം പ്രവചിക്കാൻ പറ്റില്ല ബ്രിട്ടാസെ. അത് സത്യമല്ലേ? എന്ന് വിചാരിച്ച് എത്തുമെന്നും അങ്ങനെ എത്തുമോ എത്തില്ലയോ എന്നുള്ളത്, കാരണം സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ഈ കൊള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യമായിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് അവർ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി അതിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് കൃത്യമായി NIA പരിശോധിക്കുന്നു. അതല്ലേ ഇപ്പോൾ ഇവിടെ പ്രതിപാദിച്ചപ്പോൾ ഹരീഷ് അടക്കം വക്കീലടക്കം പറഞ്ഞത് അതാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യം അത് നമുക്കും എല്ലാവർക്കും അറിയാം. തീവ്രവാദ ബന്ധമാണ് NIA അന്വേഷിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ തീവ്രവാദ ബന്ധമുള്ള ഒട്ടേറെ ആളുകളെ നിരന്തരമായി സഹായിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തു വരുന്നുമുണ്ട്. അതെല്ലാം വ്യക്തമാണ്. അപ്പോൾ അതിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്ക CPM-നുണ്ടാവാം. തീർച്ചയായിട്ടും അതിലേക്ക് എത്തണം എന്ന് CPM-നെ എതിർക്കുന്നവർക്ക് ആഗ്രഹിക്കാനും അവകാശമുണ്ട്. പക്ഷേ NIA പോലുള്ള ഒരു ഏജൻസി തീർച്ചയായിട്ടും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. അതാണ് അമിത്ഷായും നരേന്ദ്രമോദിയും കേന്ദ്രത്തിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള തെളിവുകൾ ശേഖരിക്കുന്ന പ്രക്രിയ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ പല പ്രചരണവും നടത്തുന്നതിനെ കുറിച്ച് എൻ്റെ സുഹൃത്ത് ബ്രിട്ടാസ് ഇപ്പം പറഞ്ഞല്ലോ, റെസ്പോൺസിബിൾ ജേർണലിസം വേണമെന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ബ്രിട്ടാസ് തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം ഉന്നയിക്കുമ്പോൾ, കാരണം ഇവിടെ ജേർണലിസം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയും ജേർണലിസ്റ്റുകൾ നിശ്ചയിക്കുന്നു, കേസിലെ പ്രതികളെയും ജേർണലിസ്റ്റുകൾ നിശ്ചയിക്കുന്നു, എന്നിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇന്നിപ്പോൾ ഇവിടെ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇത് തീർച്ചയായിട്ടും ബ്രിട്ടാസിനെ പോലെയുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ തന്നെ അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാര്യം സൂചിപ്പിക്കാൻ തയ്യാറാവുമ്പോൾ എന്തുകൊണ്ടങ്ങനെ പറയേണ്ടി വന്നു എന്ന് കേൾവിക്കാരെ ധാരാളമായി ചിന്തിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ. കാരണം ഇതിനു മുമ്പും ഇത്തരം ടെലിവിഷൻ ചർച്ചകളൊക്കെ നിരന്തരമായി കാണുന്നവരാണല്ലോ നമ്മുടെ നാട്ടുകാർ. അപ്പോൾ ആ കണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലെ വിവിധ വിഷയങ്ങളിൽ ഈ മാധ്യമങ്ങൾ നടത്തിയ മാധ്യമ വിചാരണയും അതിൻ്റെ സമീപനവും, അതിനുശേഷം ഇപ്പോൾ ഈ വിചാരണ വന്നപ്പോൾ CPM-ന് ഉണ്ടാകുന്ന അസ്വസ്ഥത, കേരള സർക്കാരിനുണ്ടാകുന്ന അസ്വസ്ഥത, ആ മുഖ്യമന്ത്രിയുടെ ഉപദേശക സംഘത്തിലുള്ള ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾക്കുണ്ടാകുന്ന ഒരു പ്രതികരണം, ഇതെല്ലാം വളരെ കൗതുകപൂർവ്വം കേരളം നോക്കിക്കാണുകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താ കാരണം വെച്ചാൽ ഈ രാധാകൃഷ്ണ മേനോൻ, ഞാൻ രാധാകൃഷ്ണ മേനോൻ ഒരു കാര്യം പറയാം. രാധാകൃഷ്ണ മേനോൻ എന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സ്വയം വിമർശനാത്മകമായിട്ട് കാര്യങ്ങൾ കാണണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. ഞാൻ ഇന്നല്ല ഇന്നലെയല്ല എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം, ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണെന്നൊക്കെ പറയുന്നത് വെറും എന്താ പറയുക, ആൾക്കാരെ പറ്റിക്കാനുള്ള കബളിപ്പിക്കാനുള്ള വാക്കുകളും സംജകളാണെന്ന് ഞാൻ എക്കാലത്തും പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഞാൻ എപ്പോഴും പറയുന്നു, റെസ്പോൺസിബിളായ ജേർണലിസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാ മാധ്യമപ്രവർത്തകരും ട്രൈ ചെയ്യണം. ദേ ഷുഡ് സ്ട്രൈവ് ഫോർ ഇറ്റ് എന്ന് ഞാൻ പറയുന്ന ഒരാളാണ്. ഒരു പക്ഷേ താങ്കൾക്ക് അറിയുമെന്നറിയില്ല, ഞാൻ കുറേ കാലം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം ചെയ്തപ്പോഴും എൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഇത് തന്നെയായിരുന്നു. ഇനി ഞാനും സ്ക്രൂട്ടിനിക്ക് വിധേയമാകണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ.
രാധാകൃഷ്ണ മേനോൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ഒരു സ്ക്രൂട്ടിനിക്കും വിധേയമാകരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ പട്ടികയിൽ എന്നെ പെടുത്തരുത്. ഞാനും വിധേയനാകണം. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് അല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ വിധേയനാകുന്ന എല്ലാ പ്രക്രിയയിലൂടെയും മാധ്യമപ്രവർത്തകർ കടന്നു പോകണമെന്നുള്ള സുവ്യക്തമായ അഭിപ്രായമുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നലത്തെ കാര്യം നോക്കാം, ഇന്നത്തെ കാര്യം നോക്കാം, നാളെ നോക്കാം, എന്നെ നിരീക്ഷിക്കാം, എൻ്റെ നടപടികളെ വിമർശിക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ നയം എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്, ഇന്നും വ്യക്തമാക്കുകയാണ്, നാളെയും വ്യക്തമാക്കിക്കൊണ്ടിരിക്കും. ഇനി രാധാകൃഷ്ണ മേനോനോട് എനിക്ക് പറയാനുള്ളത്, ബ്രിട്ടാസിന്റെ ആ സമീപനത്തെ ഞാൻ അനുമോദിക്കുന്നു. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ വിമർശിക്കപ്പെടണമെന്നും നിരീക്ഷിക്കപ്പെടണമെന്നും വിലയിരുത്തപ്പെടണമെന്നും ആഗ്രഹിക്കുന്നൊരു മാധ്യമപ്രവർത്തകനാണ്. മാത്രമല്ല മാധ്യമപ്രവർത്തകർ ഹോളി കൗസ് ആകരുതെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അവരുടേതായ അജണ്ട വെച്ചിട്ടുള്ളതാണ്. അവർക്ക് അജണ്ടയുണ്ട്, അവരുടെ ക്യാപിറ്റലാണ്, ആ മാധ്യമ സംരംഭത്തിൻ്റെ ക്യാപിറ്റലാണ് അതിൻ്റെ എഡിറ്റോറിയൽ പോളിസിയെ നിശ്ചയിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ പറ്റിക്കാനും കബളിപ്പിക്കാനുള്ള സംജകളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ശ്രീ രാധാകൃഷ്ണ മേനോൻ, താങ്കൾക്ക് ഒരു പക്ഷേ എൻ്റെ ആ മേഖലയെ അറിയാത്തതുകൊണ്ടായിരിക്കും ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും താങ്കൾ പറഞ്ഞ സ്പിരിറ്റിൽ ഞാൻ അത് എടുക്കുകയാണ്. എനിക്ക് ഹരീഷ് പറഞ്ഞു വച്ചൊരു കാര്യത്തിനോടുള്ള ട്രോളുകൾ വന്നു തുടങ്ങി. അതായത് എങ്ങനെയെങ്കിലും ശിവശങ്കറെ ഒന്ന് കേസിൽ പ്രതിയാക്കൂ എന്ന് മാധ്യമപ്രവർത്തകർ കേണ് അഭ്യർത്ഥിക്കുന്ന, ഇല്ലെങ്കിൽ ഞങ്ങളെങ്കിലും അറസ്റ്റ് ചെയ്യിട് എന്ന് പറയുന്ന ട്രോളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്ക് തോന്നുന്നത് ഹരീഷ് പറഞ്ഞ ശേഷം ആരോ ഉണ്ടാക്കിയ ട്രോളായിരിക്കും, അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ഇത്രയും വേഗതയിൽ ഉണ്ടാവില്ല. ഇതാണ് സ്ഥിതി. അതിലേക്ക് വരുന്നതിന് മുമ്പ് ബ്രിട്ടാസ് അവസാനം പറഞ്ഞ ഒരു കാര്യത്തോട് ഇതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ളത്, ഈ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നൊന്നില്ല എന്ന് പറയുന്നത് പൊതുവേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും പക്ഷമുണ്ട്. ഈ പക്ഷം പിടിക്കുമ്പോഴും CPM ഒരു ചാനൽ തുടങ്ങിയാൽ, BJP ഒരു ചാനൽ തുടങ്ങിയാൽ, കോൺഗ്രസ് ഒരു ചാനൽ തുടങ്ങിയാൽ, ഏത് രാഷ്ട്രീയ കക്ഷി ഒരു ചാനൽ തുടങ്ങിയാലും, അവരെന്ത് ഉദ്ദേശത്തിൽ തുടങ്ങിയാലും ഇത് പറയുന്നത് മൗലികാവകാശം, ഓരോ പൗരനുള്ള മൗലികാവകാശം ഉപയോഗിച്ചുകൊണ്ടാണ്, ഭരണഘടനാവകാശം ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ പറയുമ്പോൾ അത് നിഷ്പക്ഷമായിരിക്കണം. അതായത് നിങ്ങളുടെ വ്യൂസിൽ, ഇത് ന്യൂസ് ആൻഡ് വ്യൂസ് എന്നാണല്ലോ നിങ്ങളുടെ ഈ പരിപാടിയുടെ പേര്. അപ്പം നിങ്ങളുടെ വ്യൂസ് നിങ്ങൾക്ക് പറയാം, ഒരു വാർത്തയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം എന്ന് ഈ രാജ്യത്തെ നിയമം പറയുന്നുണ്ട്. അത് ആരുടെയും ഔദാര്യമാണ് എന്ന് ബ്രിട്ടാസിനോ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കോ തോന്നരുത്. കാരണം 94-ൽ ഇന്ത്യയിൽ മാധ്യമപ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന, ദൃശ്യമാധ്യമ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന, നേരത്തെ 78-ൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. ടെലിവിഷൻ ചാനലുകളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ നിയമം വരുന്നത് 94-ൽ ഒരു ഓർഡിനൻസ് ആണ്. അത് 95-ൽ നിയമമായി വന്നു. 94-ൽ ഇത് സംബന്ധിച്ച ചട്ടങ്ങൾ വന്നു. ഈ ചട്ടങ്ങളിലും നിയമങ്ങളിലും ഇന്ത്യൻ കേബിൾ TV നെറ്റ്വർക്ക്സ് ആക്ട് എന്ന് പറയുന്ന 94-ലെ നിയമത്തിലും അതിൻ്റെ ചട്ടങ്ങളിലും, പ്രത്യേകിച്ച് ചട്ടം 6-ൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കൊടുക്കുന്ന വാർത്ത സത്യസന്ധമായിരിക്കണം. അല്പ വാർത്തകളോ വളച്ചൊടിക്കപ്പെട്ട വാർത്തകളോ നുണകളോ നിങ്ങൾ വാർത്തയായി കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ കേബിൾ TV നെറ്റ്വർക്ക് ആക്ട് പ്രകാരം ഒരു ക്രിമിനൽ ഒഫൻസാണ്. ആ ഒഫൻസ് എടുക്കാൻ ഒരു മജിസ്ട്രേറ്റ് കോടതിക്ക് കഴിയും. ഒരു ജില്ലാ കളക്ടർ ഒരു വെള്ള പേപ്പറിൽ പരാതി എഴുതി കൊടുത്താൽ മതി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 14 ജില്ലാ കളക്ടർമാരിൽ ഒരാൾക്കെങ്കിലും അറിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ബ്രിട്ടാസ, ഞാൻ ഒരു കാര്യം പറയാം. ഈ ശിവശങ്കർ എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തോ മാധ്യമ വേട്ടയ്ക്ക് വിധേയമായ, മാധ്യമങ്ങളുടെ നുണപ്രചരണത്തിന് വിധേയമായിട്ടുള്ള ആരെങ്കിലും ഒരു വക്കാലത്ത് തന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഒരു ചാനലിൻ്റെയെങ്കിലും എഡിറ്ററെ ഒരു ദിവസമെങ്കിലും കോടതി കാണിക്കാൻ എനിക്ക് പറ്റും. ഞാൻ വിശ്വസിക്കുന്ന നിയമത്തിന് പറ്റും. കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ സെർച്ച് ചെയ്ത് നോക്കി, ഏതാണ്ട് 6 മണിക്കൂർ എടുത്ത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. ഇന്ത്യയിൽ ഒരാളും കേബിൾ TV നെറ്റ്വർക്ക്സ് ആക്ടിൻ്റെ ക്രിമിനൽ ഒഫൻസ് ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആർക്കും എന്തും പറയാം എന്ന നിലയുണ്ടാവുന്നത്. പ്രസ് കൗൺസിൽ അങ്ങനെയല്ലല്ലോ. നിങ്ങളൊരു അച്ചടി മാധ്യമത്തിൽ എന്തെങ്കിലും എഴുതി കൊടുത്താൽ അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിലെ പ്രസ് കൗൺസിലിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ, ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം. മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്, വിമർശിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്, വിലക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കേബിൾ TV നെറ്റ്വർക്ക് ആക്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
അർത്ഥസത്യങ്ങൾ വിളിച്ചു പറയുന്ന ജേർണലിസ്റ്റുകളെ ഡിഫോമേഷൻ കേസ് കൊടുത്തു എന്നൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് പറയാം. പക്ഷേ ഒരു മാനനഷ്ട കേസ് കൊടുത്താൽ അറിയാം, കുറച്ച് കഴിയുമ്പോൾ കൊടുക്കുന്ന കക്ഷി തന്നെ കോടതിയോട് പറയും എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറയും. കാരണം നടന്ന് ചെരുപ്പുകൾ പലത് തേയും. നമ്മുടെ നാട്ടിലെ സിവിൽ കേസിൽ പോയാൽ വിധി കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്പിനാരായണനെ പോലെ അപൂർവം ചില ആളുകൾക്ക് മാത്രമാണ് 50 ലക്ഷം നഷ്ടപരിഹാരമൊക്കെ കിട്ടുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ശിവശങ്കറിൻ്റെ കാര്യത്തിലായാലും അയാൾ തെറ്റുകാരനാണെങ്കിൽ 1, 2, 3, 4 ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അന്വേഷണം പൂർത്തിയാകാത്തൊരു കേസിൽ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ് ശിവശങ്കർ. വലിയ ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാതിരിക്കാം. ഇത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് പറയാം ഒരാൾ തെറ്റുകാരനാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനമില്ലാതെ ഇത്തരത്തിൽ ആളുകളെ വേട്ടയാടുന്നത്, ഞാനതാ പറഞ്ഞ എനിക്ക് ശിവശങ്കറിനോടുള്ള ഒരു സഹതാപം കൊണ്ടല്ല. നാളെ എനിക്കെതിരെ ഒരു വാർത്ത കിട്ടിയാൽ കേരളത്തിലെ എല്ലാ ചാനലുകളും ഇതുപോലെ മത്സരിക്കും. നാളെ രമേശ് ചെന്നിത്തല, ഇപ്പോൾ ഇത് പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വാർത്ത കിട്ടിയാൽ ഈ ചാനലുകൾ മത്സരിക്കും. ഇവർക്കൊരു കടിഞ്ഞാണിടേണ്ടത് വളരെ അത്യാവശ്യമാണ്. സത്യസന്ധമായ വാർത്തകൾ അതിൻ്റെ തെളിവ് സഹിതം പറയേണ്ടത് വളരെ. ഇപ്പോൾ കളമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിൽ നടന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൻ്റെ വിഷ്വൽ കൊടുത്ത് എന്തൊക്കെയോ വാർത്ത കൊടുത്തിട്ട് അവസാനം കുറച്ച് കഴിയുമ്പോൾ ആ വാർത്ത പിൻവലിച്ചു. എന്തൊരു അസംബന്ധമാണ്! ഈ കോവിഡ് കാലത്ത് ജോലി ചെയ്യുന്ന പാവം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള വാർത്ത. ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണ്ടേ കൊടുക്കുന്നതിന് മുമ്പ്? അപ്പോൾ ഈ NIAയുടെ കാര്യത്തിൽ ഞാൻ പറയാൻ കാര്യം രാജ്യദ്രോഹ കുറ്റമാണ്. ആ വക്കീലിൻ്റെ ഒച്ച കേൾപ്പിച്ചല്ലോ, എസ് രാജീവ്, കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിമിനൽ വക്കീലന്മാരിൽ ഒരാളാണ്. അയാൾക്ക് പാർട്ടിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു വാസ്തവമാണ്, ഈ UAPA ആക്ട് പോലെ അല്ലെങ്കിൽ NIA ആക്ട് പോലുള്ളൊരു നിയമം എടുത്ത് ദുരുപയോഗിക്കുമ്പോൾ അത് ദുരുപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത NIAക്കുണ്ട്. അതാണ് ആ പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ എഴുതി കൊടുക്കുന്നൊരു ഏജൻസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റ് പല കേസുകളിലും അവർ രാഷ്ട്രീയ പ്രേരിതമായി ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് അത്യാവശ്യം 90% അവർ കൊടുക്കുന്ന ചാർജ് ഷീറ്റുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്നുള്ളൊരു ക്രെഡിബിലിറ്റി അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് തെളിവില്ലാത്ത ആരെയും അറസ്റ്റ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഈ കേസിൽ ഇതുവരെ ഒന്നും സംഭവിക്കാത്തത്. ഞാനൊരു പ്രവചനം കൂടി നടത്താം. ഇതുവരെ വന്നിരിക്കുന്ന തെളിവുകൾ വെച്ച് നോക്കിയാൽ NIA ഈ കേസിൽ ചാർജ് ഷീറ്റ് കൊടുക്കാതെ ഈ കേസെല്ലാം കൂടി തിരിച്ച് കസ്റ്റംസിനെ ഏൽപ്പിച്ച് ഇത് നല്ലൊരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ്, നിങ്ങൾ ഇവരെ എല്ലാം പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ഈ കിട്ടിയ തെളിവുകളും പ്രതികളെയും കൂടി അങ്ങോട്ട് കൊടുത്തിട്ട് ഇത് രാജ്യദ്രോഹം ഉണ്ടെങ്കിലും ഉണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം, രാജ്യദ്രോഹം ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയാനാണ് സാധ്യത. വളരെ പ്രധാനപ്പെട്ട ഹരീഷ് വാസുദേവൻ ഒരു പടി കടന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഹരീഷിൻ്റെ ഒരു പ്രവചനമാണിത്. എന്താ കാരണം വെച്ചാൽ ഒരുപക്ഷെ ഈ കേസിൻ്റെ നിലവിലുള്ള സ്ഥിതിഗതികളെ നിരീക്ഷിക്കുമ്പോൾ പറയുന്ന ഒരു അഭിഭാഷകൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ബുദ്ധിയിലും അതുപോലെ വിശകലനത്തിലും കാണുന്നൊരു കാര്യമാണ്. എനിക്കും ഹരീഷൻ, ഞാൻ അതിനകത്തൊരു പ്രവചനം നടത്തുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ രാധാകൃഷ്ണ മേനോൻ എന്നെക്കുറിച്ച് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ വേറെ ആളെങ്കിലും പറയും. പക്ഷേങ്കിൽ ഞാൻ ഒരു ചെറിയ ഉദാഹരണം കാണിച്ചത്, ഇന്നത്തെ അതായത് NIAയുടെ ഈ പറഞ്ഞ റിമാൻഡിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള അപേക്ഷയിൽ ഇന്നത്തെ ദിവസം പറഞ്ഞിരിക്കുന്നത് അതിൽ തീവ്രവാദത്തിലേക്കൊന്നും വന്നിട്ടില്ല. റമീസാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്നാണ് പറയുന്നത്. റമീസ്, ശ്രദ്ധിക്കണം, റമീസാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ. എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട്. അതായത് വേറൊന്നിലേക്കും പോയിട്ടില്ല ഇത്രയും ദിവസമായി. പക്ഷേ പോയ ആൾക്കാരുണ്ട്. ഷുക്കൂർ പോയി, രാധാകൃഷ്ണ മേനോൻ പോയി, എൻ്റെ സഹപ്രവർത്തകർ പോയി. അവരെവിടെയൊക്കെ എത്തിയെന്നറിയോ? കാശ്മീർ കടന്ന് അഫ്ഗാനിസ്ഥാനിൽ പോയി പാകിസ്ഥാനിലൂടെ കറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബാലഗോപാൽ എന്താ കാരണം ഈ പണം പോയത്. പക്ഷേങ്കിൽ NIA, ഈ ഹരീഷ് പറഞ്ഞ പോലെ NIAയുടെ നിലവിൽ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ഞാൻ പറഞ്ഞത് അവിടെയും റമീസിൽ തങ്ങി നിൽക്കുകയാണ്. ഇനി ഞാൻ ഷുക്കൂർ ബായിലേക്ക് വരാം. എനിക്കറിയാം ഷുക്കൂർ ബായിയുടെ ഏറ്റവും വലിയ നിരാശ ഇത് NIA ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെ വലിയ ചതി ചെയ്യുമെന്ന് ഷുക്കൂറിന് അറിയാവുന്നതുകൊണ്ടാണ് ഷുക്കൂർ തുടക്കം വരെ തന്നെ CBI വേണം എന്ന് പറയുന്നത്. ഷുക്കൂർ ഭായ്, നിങ്ങൾ നല്ല ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവാണ്. എന്താ കാരണം വെച്ചാൽ നിങ്ങൾ തുടക്കം പോലെ തന്നെ NIA വേണ്ട, ഈ രാധാകൃഷ്ണ മേനോൻ്റെ NIA അല്ല വേണ്ടത്, CBI വേണ്ടത്, നിങ്ങൾ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. NIA മാത്രമല്ലല്ലോ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. NIA അന്വേഷിക്കട്ടെ, CBI അന്വേഷിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് വ്യാജ ID കാർഡും വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഉണ്ടാക്കിയ ഈ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കൺസൾട്ടൻസി വെച്ച സ്റ്റാഫാണെങ്കിലും അല്ലെങ്കിലും നിയമാനുസൃത സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ആളുടെ വ്യാജ ഡിഗ്രിയെക്കുറിച്ചും അന്വേഷിക്കട്ടെ.
അങ്ങനെ എത്രയോ അന്വേഷണങ്ങൾ നടക്കേണ്ട ഒരു കേസാണിത്. ഇത് സംബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നടപടി എന്തായിരുന്നു? മുഖ്യമന്ത്രിയുടെ വകുപ്പ്, ആഭ്യന്തര വകുപ്പ് എന്താണ് ആ കാര്യത്തിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്? എത്ര ഈ കാര്യത്തിൽ ഒരു മുൻവിധിയോടുകൂടിയുള്ള നടപടികൾ സ്വീകരിച്ച ഒരു ഗവൺമെൻറ്റിനെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുമോ? ഇത്തരത്തിൽ ഒരു IAS ഓഫീസർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു നടന്ന കള്ളക്കടത്ത്, അത് എത്ര പ്രാവശ്യം, അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി ഒരു നമ്മളുമായി നയതന്ത്ര ബന്ധം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യത്തിൻ്റെ പേരിൽ നടന്ന കൊള്ള, ആ കൊള്ളയെക്കുറിച്ച് ഇത്ര ലാഘവത്തോടു കൂടിയാണ് ബ്രിട്ടാസിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ എടുക്കുന്നത്. അതൊരു താല്പര്യമാണ്. അത് സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു മാധ്യമ താല്പര്യമാണ്. അത് അദ്ദേഹം താങ്കൾ പറഞ്ഞല്ലോ, മാധ്യമ പ്രവർത്തകർക്ക് ചില അജണ്ടകളുണ്ടാകാം. ആ അജണ്ടകളിൽ എത്ര പ്രാവശ്യം നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട് എത്രയോ വർഷങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് കടന്നുപോയത്. 2014 മുമ്പുള്ള 5 വർഷക്കാലം എന്തായിരുന്നു തീവ്രമായ മാധ്യമ പ്രവർത്തനത്തിന്റെ ശൈലി? എന്തായിരുന്നു? നമ്മൾ മറന്നുപോയോ ഇതൊക്കെ? അതിനും മുൻപ് അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ 72 ഭരണകൂടത്തിനെതിരെ 77 വരെയുണ്ടായിരുന്ന നിങ്ങളുടെ ഒരു മാധ്യമ സ്വഭാവം എന്തായിരുന്നു? അന്ന് നമുക്ക് ദൃശ്യമാധ്യമങ്ങളില്ല, അന്ന് നമുക്ക് പ്രിന്റ് മീഡിയയാണ്, അതായത് അച്ചടി മാധ്യമങ്ങളാണ്. ആ മാധ്യമ പ്രവർത്തകരുടെ നിലപാടുകൾ, നയസമീപനങ്ങൾ, അവരുടെ ഓരോ സമീപനങ്ങളും എന്തായിരുന്നു? അതിനെ പ്രകീർത്തിച്ച ഇന്ന് ഈ ഗവൺമെന്റ് പകൽക്കൊള്ള ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു IAS ഉദ്യോഗസ്ഥൻ നേതൃത്വം കൊടുക്കുന്ന കൊള്ള, ഈ കൊള്ളയുടെ സത്യാവസ്ഥ പുറത്തു വരണ്ടേ? വ്യക്തമായി ഷുക്കൂർ ഭായ് പറയുന്ന മുഴുവൻ കേട്ടു. എന്താ കാരണം വെച്ചാൽ ബാലഗോപാലിന് ഇതിനോട് പ്രതികരിക്കാനുള്ള സമയം കൊടുക്കണം. അത് മാത്രമല്ല, ഗുരുതരമായ മറ്റു ചില ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ഷുക്കൂർ, 1 സെക്കൻഡ്. ഷുക്കൂർ പറഞ്ഞ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് വെച്ചാൽ എൻ്റെ പ്രായത്തേക്കാൾ അല്പം ചെറുപ്പമായിട്ടാണ് ഞാൻ കാണപ്പെടുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഷുക്കൂർ പറഞ്ഞ അടിയന്തരാവസ്ഥക്കാലത്ത് ഞാൻ വളരെ മോശമായിട്ട് റിപ്പോർട്ട് ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത്. അടിയന്തരാവസ്ഥക്കാലത്തൊക്കെ ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. ഒരുപാട് പേരുടെ കാര്യങ്ങളായി അങ്ങനെ ഞാൻ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചതാണ് ഷുക്കൂർ ഭായ്. താങ്കൾ ശ്രദ്ധിക്കാം. ബ്രിട്ടാസ് 77 കാലഘട്ടത്തിൽ ഇതുപോലെ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. അന്ന് സത്യസന്ധമായും നീതിപൂർവമായും അജണ്ടകളില്ലാതെ പ്രവർത്തിച്ചവരുണ്ടായി. ഏതായാലും നല്ല പത്രപ്രവർത്തകർക്ക് നല്ലതുപോലെ പ്രവർത്തിക്കാൻ അവസരം കൊടുത്തിരുന്ന അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അങ്ങ് പിന്നെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നല്ലോ, കോൺഗ്രസിൻ്റെ പ്രധാന പ്രവർത്തകനായിരുന്നല്ലോ. എന്തായാലും അടിയന്തരാവസ്ഥ കാലത്തെ ഉൾപ്പെടെ ജനാധിപത്യ അവകാശങ്ങളെ പറ്റി കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് വളരെ രസകരമായിരുന്നു. മാത്രമല്ല സെൻസർ ചെയ്തിട്ട് എഡിറ്റോറിയൽ പോലും കാര്യമായിട്ട് ഇറങ്ങിയിരിക്കുന്ന പത്രങ്ങളുടെ നാളെ കുറിച്ചാണ് പറഞ്ഞത്. ദേശാഭിമാനി പത്രം എഡിറ്റോറിയൽ ഇല്ലാതെ എഴുതി, എത്രയോ പത്രങ്ങൾ എഡിറ്റോറിയൽ ഇല്ലാതെ ഇറങ്ങി. അതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. ജനാധിപത്യ അവകാശങ്ങളെ പറ്റി കോൺഗ്രസ് പാർട്ടി ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. തീർച്ചയായും ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ പലതിലേക്കും പോയ ഒരു കാലഘട്ടം, അതിനേക്കാൾ ക്രൂരമായ നടപടിയുടെ ഒരു കാലഘട്ടം നമ്മൾ കാണുകയാണ്. അന്ന് 77 ജയിച്ചു വന്ന മുഖ്യമന്ത്രി, അന്നത്തെ MLA, ഇന്നത്തെ മുഖ്യമന്ത്രി, അതിന്റെ പശ്ചാത്തലം ഇതെല്ലാം പരിശോധിക്കട്ടെ. ഓക്കെ വ്യക്തമായി ഷുക്കൂർ, വ്യക്തമായി. പിന്നെ ബാലഗോപാൽ, എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ കേസിൻ്റെ ഗതിവിഗതികൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പറഞ്ഞാൽ ഷുക്കൂറിൻ്റെ ഒരു വർദ്ധിച്ച ആവേശം. മാത്രമല്ല, പെട്ടെന്ന് ഈ ശിവശങ്കറിനെ വിട്ടയച്ചു എന്നറിഞ്ഞപ്പോൾ ഷുക്കൂർ ഒന്ന് ടീമായി. അത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ ഷുക്കൂർ നല്ല ഭാവാഭിനയുള്ള ആളായതുകൊണ്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ അത് റീകൂപ്പ് ചെയ്തിട്ട് ഇതൊന്നും എനിക്ക് വിഷമല്ല എന്നുള്ള രീതിയിലേക്ക് വന്നു. രാധാകൃഷ്ണ മേനോൻ പിന്നെ വളരെ സമർത്ഥനാണ്. തുടക്കം വരെ തന്നെ നല്ല ലൈലാൻഡ് വണ്ടി പോകുന്ന പോലെ ഒരേ പേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വികാര വിക്ഷോഭങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് പ്രകടമാക്കില്ല. പക്ഷേ ബാലഗോപാൽ, അതായത് ശിവശങ്കർ എന്തായാലും ഈ കേസിൽ പ്രതിയാണോ പ്രതിയല്ലയോ എന്നൊക്കെയുള്ള വരും ദിവസങ്ങളിൽ തീരുമാനിക്കാം. പക്ഷേങ്കിൽ
ഈ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനെ കോമ്പാക്ട് ചെയ്യുക അല്ലെങ്കിൽ ചെക്ക്മേറ്റ് ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്വം ബാലഗോപാലിനുണ്ട്, അല്ലെങ്കിൽ ബാലഗോപാലിൻ്റെ പാർട്ടിക്കുണ്ട്. അപ്പം ഈ ആരോപണങ്ങൾ ഇപ്പോൾ ഈ ആരോപണങ്ങളുടെ ഒരു വലിയൊരു പ്രളയമാണ് വരുന്നത്, കൺസൾട്ടൻസി മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ എങ്ങനെയായിരിക്കും ഇതിനെ നിങ്ങൾ വരും ദിവസങ്ങളിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ഒരു 3 ആഴ്ച കാലമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വഴി എല്ലാ സ്ഥലത്തും വലിയ അപവാദ പ്രചരണമാണ് UDF അതുപോലെ BJP ചേർത്ത് നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുകയും പറയുകയും ചെയ്തായിരുന്നിട്ട് കാര്യമില്ല. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഇവിടെ പറഞ്ഞ് ഇപ്പോഴും ശ്രീ ഷുക്കൂർ പറയുന്നത് ഇത് സംബന്ധിച്ച് കേരളത്തിലാകെ ഏറ്റവും വലിയ കൊള്ള നടന്നിരിക്കുന്നു എന്നുള്ളതിലങ്ങ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. പക്ഷേ അതിനിടയിൽ കൂടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ ഗവൺമെൻറ് വന്നിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നൊരു 4 വർഷക്കാലമാണ് കടന്നുപോയത് കേരളത്തെ സംബന്ധിച്ച്. പ്രളയം, 2 പ്രളയം, ഓഖി, നിപ്പ, ഇതെല്ലാം വന്നിട്ട് ഏറ്റവും മാതൃകാപരമായി ജനങ്ങൾക്ക് സൗകര്യങ്ങളും സേവനവും എത്തിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഇന്ത്യയിലും ലോകത്തുമാകെ വന്ന മഹാമാരി, ആ മഹാമാരിയെ നേരിടാൻ വേണ്ടി, കോവിഡിനെ നേരിടാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് നാടിനാകെ മാതൃകയാവുന്ന തരത്തിലേക്ക് നിയന്ത്രിക്കാൻ ചെയ്ത ശ്രമം, ഇതൊക്കെ ഒരുമിച്ച് ചേർന്ന് സഹകരിച്ച് ചെയ്യേണ്ടതിന് പകരം മാറി നിന്ന പ്രതിപക്ഷം അവർ ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലായി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ കാര്യം കിട്ടിയത്. ഈ കാര്യം കിട്ടിയപ്പോൾ അതിനെ നിരന്തരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി വരുമ്പോൾ ഇപ്പോൾ തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായ നിരാശയെപ്പറ്റി ഇവിടെ പറഞ്ഞത് ശരി തന്നെയാണ്. അത് കൂടുതൽ കാര്യങ്ങൾ വൃത്തിയായിട്ട് വരട്ടെ. ഇത് കേവലം ഇത്തരം കാര്യങ്ങളെ നേരിടാൻ വേണ്ടി മാത്രമല്ല, ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയ ഒരു ഘട്ടം ഇതാണ്. ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1,33,000 പേർക്ക് PSC വഴി അപ്പോയിൻമെൻറ്റ് കൊടുത്ത ഒരു ഘട്ടമാണ്. അപ്പോഴാണ് കൺസൾട്ടൻസിയുടെ കാര്യം പറഞ്ഞ് വീണ്ടും വിവാദം ഉണ്ടാക്കാൻ, ആ ജോലി കിട്ടാത്ത PSC നിൽക്കുന്ന ചെറുപ്പക്കാർക്കൊരു വികാരം ഉണ്ടാക്കാമെന്നാണ്. ഇത് അവിടെ ജോലി കൊടുത്തു എന്ന് മാത്രമല്ല, നമ്മുടെ IT മേഖല മുതൽ എല്ലാ മേഖലയിലും കൂടുതലുള്ള അവസരങ്ങൾ കൊടുത്തത്. ഞാനിതിനകത്തിപ്പം ചർച്ച അവസാനിക്കാൻ പോകുന്ന സമയമായതുകൊണ്ട് ആകെ കണക്കെടുക്കുന്നില്ല. ഞാൻ UPSCയുടെ ഒരു കണക്കെടുത്തു. UPSC കേന്ദ്ര ഗവൺമെൻറ് ആകെ ഈ കഴിഞ്ഞ BJP രാധാകൃഷ്ണ മേനോൻ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ UPSC ആകെ കൊടുത്തിട്ടുള്ള കണക്കൊക്കെ എത്ര അപകടകരമായ ഒരു സ്ഥിതിയാണ് രാജ്യത്തുള്ളതെന്ന് കാണിക്കുന്നതാണ്. ആകെ നമ്മുടെ രാജ്യത്തൊരു 10,000-20,000 6,318 14,000 നിയമനം മാത്രമാണ് UPSC കൊടുത്തത്. 14,000 നിയമനം കഴിഞ്ഞ 4 വർഷത്തിനുണ്ട്. 14,000 നിയമനം, 6,318 ഉള്ളൂ പരീക്ഷ വഴി. റെയിൽവേ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പൂട്ടിയിരിക്കുക. ഇത് ഞാൻ കേന്ദ്ര ഗവൺമെൻറ് കണക്കുകളിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ റെയിൽവേയിൽ ഇനിയിപ്പോൾ അപ്പോയിൻമെൻറ്റേ ഇല്ല. ഇപ്പോൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എല്ലാം ഇപ്പോൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു എന്നുള്ളത് VSSC വരെ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചല്ലോ. രാജസ്ഥാൻ ഇപ്പോൾ എല്ലാ കണക്കും ഞാൻ എടുക്കുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജസ്ഥാനിലാണെങ്കിൽ കഴിഞ്ഞ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആകെ നടത്തിയത് 8,640 വേക്കൻസിയാണ്. കേരളത്തിൻ്റെ ഇരട്ടി ജനസംഖ്യയുണ്ട്. അവിടെ 30 പരീക്ഷയാണ് കഴിഞ്ഞ വർഷം രാജസ്ഥാൻ ആകെ നടത്തിയത്. താങ്കൾ രാജസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ ഷുക്കൂറിന് വിഷമമുണ്ടാവും. വേറെ കൊണ്ടല്ല, അതിപ്പോൾ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. ഷുക്കൂർ അവിടെ ഈ പറഞ്ഞ ഈ രാധാകൃഷ്ണ മേനോൻ നിങ്ങളെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ പബ്ലിക് സർവീസ് ഞാൻ പറഞ്ഞത് ഈ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ പലയിടത്തും അടച്ചുപൂട്ടിയിരിക്കുന്നു. ഞാനിപ്പോ കേരളത്തിൽ നടത്തിയതിന്റെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 1,33,000 ആളുകൾക്കാണ് 4 വർഷം കൊണ്ട് അപ്പോയിന്റ്മെന്റ് കൊടുത്തത്. UDF കഴിഞ്ഞ 5 വർഷക്കാലം കൊടുത്ത് 1,24,000. അതുപോലെ ഞാൻ പറഞ്ഞെന്താണ്, ഇടയ്ക്ക് പറയണ്ട, കരാർ നിയമനത്തിന്റെ കാര്യം പറയാം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആകെ കരാർ നിയമനം 10,000 പേർക്ക് കേരളത്തിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് കൊടുത്തിട്ടുള്ളൂ. ഉമ്മൻചാണ്ടി 5 വർഷം കൊണ്ട് 30,000 ആയിരുന്നു. ശ്രീ ഷുക്കൂർ 30,000 പേര് കരാർ നിയമനം ഉണ്ടായിരുന്നത് 10,000 ചുരുക്കി. ഇതെല്ലാം ഞാൻ വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കി പറയുന്നതല്ല. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള UPSCയുടെ കണക്കും രാജസ്ഥാൻ ഗവൺമെൻറ് എടുത്തപ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആണല്ലോ രാജസ്ഥാനിൽ. രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ കണക്ക് ഉൾപ്പെടെ പറയുകയാണ് ആകെ 8,600 ചില്ലാനോ ആൾക്ക് മാത്രമാണ് കഴിഞ്ഞ വർഷം കൊടുത്തത്. ആകെ 30 പരീക്ഷ എടുത്തു. നിങ്ങൾ കോൺഗ്രസ് എന്താ നടത്തുന്നതെന്നോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇവിടെ കരാർ നിയമനത്തിൻ്റെ കാര്യത്തിൽ 30,000 കരാർ നിയമനം UDFന്റെ കാലത്തുണ്ടായിരുന്നത് 10,000 ചുരുക്കി. അപ്പോൾ PSCയിലെ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ ധാരാളം കാര്യങ്ങൾ നടത്തുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ തുടരാം. എനിക്ക് എൻ്റെ സ്നേഹിതൻ രാധാകൃഷ്ണ മേനോനിലേക്ക് വരാനുണ്ട്. രാധാകൃഷ്ണ മേനോൻ ഹരീഷ് നടത്തിയൊരു ഒബ്സർവേഷൻ വളരെ ശ്രദ്ധേയമാണ്. അത് ഹരീഷിൻ്റെ ഒബ്സർവേഷനാണ്. ഞാനതിൻ്റെ അകത്ത് അണ്ടർലൈൻ ചെയ്യുന്നില്ല. അത് ഹരീഷ് തന്നെ ഓണപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്. അതായത്
ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികൾ വെച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ രാജ്യദ്രോഹമൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഹരീഷൻ, ഞാനത് ഞാൻ ഗ്രാബ് ചെയ്തിട്ട് നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തണം. വേണമെങ്കിൽ ഇത് കസ്റ്റംസിന് കൈമാറിയിട്ട് വേണമെങ്കിൽ NIAക്ക് പോകാം. അദ്ദേഹം ഇപ്പോഴത്തെ ഉള്ള വന്നിരിക്കുന്ന സാഹചര്യങ്ങളെ വെച്ചിട്ടാണ് അദ്ദേഹം അസസ് ചെയ്യുന്നത്. അതായത് ഇപ്പം വന്നിരിക്കുന്ന തെളിവുകൾ അനുസരിച്ച് ഈ പറയുന്നത് പോലെ വേണമെങ്കിൽ ഇതിൽ മറ്റ് ലിങ്ക്സ് ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ ബോധ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടാകാം, വിരളമാണെങ്കിലും ഉണ്ടാകാം. അങ്ങനെ കസ്റ്റംസിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പോകാം എന്നുള്ള ഒരു അനുമാനം മാത്രമാണ് ഹരീഷൻ. രാധാകൃഷ്ണൻ എങ്ങനെ പ്രതികരിക്കും അതിനോട്? ഒരു സെക്കൻഡ്, ഞാൻ അതിന് മറുപടി പറയാം. പക്ഷെ അതിന് മുമ്പ് ഒരു സെക്കൻഡ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനുശേഷം അതിനും കൂടെ എനിക്ക് സമയം തരണം. അതായത് ബ്രിട്ടാസിന് ഒരു തെറ്റിദ്ധാരണ ഞാൻ മുമ്പേ പറഞ്ഞതിനെ സംബന്ധിച്ചുണ്ടായി. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനേ ഉള്ളൂ. ഞാൻ ഈ ബ്രിട്ടാസും JNU പഠിച്ച ആളാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ JNU നിന്ന് പഠിച്ചവരടങ്ങുന്ന ഈ ഇടതുപക്ഷ പത്രപ്രവർത്തകരുടെ കൂട്ടായ്മ അവർ ഈ കേരളത്തിലെ പൊളിറ്റിക്സിലും ഇന്ത്യയിലെ പൊളിറ്റിക്സിലും പൊതുസമൂഹത്തിലും ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ബ്രിട്ടാസിനെ കണ്ടത്. വ്യക്തിപരമായ ബ്രിട്ടാസിനെ അല്ല. അതുകൊണ്ട് ആ വ്യക്തിപരമായി ബ്രിട്ടാസ് എടുക്കരുത്. അതിനെ സംബന്ധിച്ച് ആ ജനറൽ അതിൻ്റെ ഒരു പ്രതീകമാണ് ബ്രിട്ടാസ് എന്നുള്ളത് കൊണ്ടാണ് ബ്രിട്ടാസിൻ്റെ പത്രപ്രവർത്തനത്തെക്കുറിച്ച് എന്ന് ഞാൻ പരാമർശിച്ചത്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതാണ് ആ ഗ്രൂപ്പ്. പിന്നെ രണ്ടാമത്, ഇപ്പോൾ ബ്രിട്ടാസ് ചോദിച്ച കാര്യം, അതായത് കസ്റ്റംസും ഇത് ഈ പറയുന്ന NIAയും സംബന്ധിച്ചുള്ള നമ്മുടെ അഭിഭാഷകൻ്റെ നിരീക്ഷണം, ഇതിനകത്ത് അന്വേഷണ ഏജൻസി ഇനിയിപ്പോൾ കസ്റ്റംസ് ആയാൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇന്നത്തെ ഈ പല പ്രതികളും രക്ഷപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബ്രിട്ടാസെ. കാരണം നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ കയറിയ കൂപ്പറിൻ്റെ ഉടമയടക്കം ഈ കള്ളക്കടത്തുമായിട്ട് പാർട്ടിയുടെ ഒട്ടേറെ ആളുകൾക്കുള്ള ഒരു വലിയ ബന്ധം. അപ്പോൾ ആ ബന്ധം എങ്ങനെയാണ്? ഇപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഫണ്ടിനെ കുറിച്ച് K-ഫോണിനെ കുറിച്ചൊക്കെ ഇപ്പോൾ വരുന്നു. അതേപോലെ കിഫ്ബിയിൽ വന്നിരിക്കുന്ന ഫണ്ടിനെ കുറിച്ച് ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടി വരുമായിരിക്കാം ഒരു പക്ഷേ. ഇതിൽ ഏതൊക്കെ ഫണ്ട് എവിടെ നിന്നൊക്കെ വന്നു എന്നൊക്കെയുള്ള പരിശോധനകൾ കടന്നു വന്നാൽ തീർച്ചയായിട്ടും അതിപ്പോൾ NIA തന്നെ അന്വേഷിക്കണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ ഈ രാജ്യത്തിലെ കള്ളപ്പണ ലോബിയുടെ ഇതിൻ്റെ ഭാഗമായുള്ള കമ്മ്യൂണിസത്തിൻ്റെ പ്രവർത്തനം, അതിന് പിന്തുണ കൊടുക്കുന്ന കേരളത്തിൻ്റെ സർക്കാരിൻ്റെ തനിനിറം, അതെല്ലാം പുറത്തു വരില്ലേ? കസ്റ്റംസ് പ്രതിയെ പിടിക്കാൻ പോയ വിട്ടുപോകും. വളരെ ശക്തമായ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് നിങ്ങളെ വിട്ടുപോകാൻ പോകുന്നില്ല. ഉറപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ തനിനിറം പുറത്തു വരുന്ന. എനിക്ക് പിന്നെ രാധാകൃഷ്ണമേനോൻ എനിക്കിപ്പോൾ രാധാകൃഷ്ണമേനോന്റെ പ്രസ്താവന എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന 15 ലക്ഷം രൂപ ഇനി ഈ കേരളത്തിൽ വന്നിരിക്കുന്ന കള്ളപ്പടത്തു നിന്നൊക്കെ പിടിച്ചെടുത്ത് നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുമെന്നുള്ള ഒരു പ്രതീക്ഷ രാധാകൃഷ്ണ മേനോൻ തന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടേക്ക് ഒഴുകിയിട്ടുള്ള കള്ളപ്പടങ്ങളുണ്ട്, കിഫ്ബി വഴി ഒഴുകിയത്, അവിടെ നിന്ന് ഒഴുകിയത്. എൻ്റെ രാധാകൃഷ്ണ മേനോന് നിങ്ങളുടെ കയ്യിലല്ലേ ഈ പറഞ്ഞ ഇൻകം ടാക്സ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, റവന്യൂ ഇൻ്റലിജൻസ്, CBI, പിന്നെ ഷുക്കൂറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏജൻസി ആയിട്ടുള്ള റോയ്, ഇതൊക്കെ നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കണേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഈ പറഞ്ഞ നാവിട്ട് അലക്കണേ? നിങ്ങൾ ഇവരെല്ലാം പിടിച്ച് ഈ പണമെല്ലാം കൂടി അങ്ങോട്ട് വാരി എടുത്തിട്ട് അത് വീതം വെച്ചിട്ട് ഒരു 134 കോടി ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഇട്. അങ്ങനെ മോഡി സാഹിബ് അന്ന് നടത്തിയിട്ടുള്ള വാഗ്ദാനം പൂർത്തീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ചെയ്യട്ടെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ നിന്ന് തുടങ്ങ്. കേരളത്തിൽ ഈ പറഞ്ഞ ആരെങ്കിലും കള്ളപ്പണം കൂട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിടിക്കും, ഒരു സംശയമില്ല. ഞാൻ രാധാകൃഷ്ണ മേനോന് വ്യക്തിപരമായിട്ട് ഞാൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ്. ഹരീഷ്, ഒരു കാര്യത്തിലൂടെ, അതായത് ഞാൻ മനസ്സിലാക്കണം, ഒരു പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പ്രേക്ഷകർക്ക്, ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഇതിൻ്റെ ഒരു നഗക്ഷതം കിട്ടാൻ വേണ്ടിയിട്ട്, ഈ കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ അതിൻ്റെ പൊളിറ്റിക്കൽ കൊണോട്ടേഷൻസും കൊണ്ട് ഷുക്കൂറെ മറക്കരുത്. എന്ന കാരണം ഞാൻ കാണിച്ചു തരാം. ഒരു പക്ഷേ ഒരു അലകം പിടിയും നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ്. നോക്കുക, ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ നോക്കുക, ഈ കേസിലെ പ്രതികളുടെ നോക്കുക. തിരുവനന്തപുരം PS സരിത്ത്, ഇതാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ. സ്വപ്ന സുരേഷ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഫാസ്റ്റ്. ഇനി സന്ദീപ് നായർ, അതൊരു BJP പ്രവർത്തകനാണെന്ന് ബാലഗോപാൽ ആരോപിക്കുന്നത് നമ്മൾ ഫേസ്ബുക്കൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ ഏറെക്കുറെ ഒരു തെളിവ് വന്നിട്ടുണ്ട്. നിഷേധിക്കാം. ഇനി അടുത്തത്
ഇത് ഷുക്കൂർ നോക്കണം. KT റമീസ് ഇദ്ദേഹമാണ് ഇതിൻ്റെ അകത്തെ കിങ് പിൻ എന്ന് ഇന്നത്തെ റിമാൻഡ് അഫിഡവിറ്റിലും പറയുന്നുണ്ട്. ഇനി ഞാൻ യഥാർത്ഥത്തിൽ ഇത് കൊടുക്കണോ കൊടുക്കണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബബന്ധം. പക്ഷേങ്കിൽ കേരളത്തിലെ 99% മാധ്യമങ്ങളും ഇപ്പോൾ ബാലഗോപാലനുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ ബാലഗോപാലൻ്റെ കുഞ്ഞമ്മയുടെ അമ്മാവൻ്റെ അനന്തരവൻ താമസിക്കുന്ന സ്ഥലത്തെ CPM സെക്രട്ടറി എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. നോക്കുക, മുൻ സ്പീക്കർ ചാക്കരി അഹമ്മദ് കുട്ടിയുടെ വളരെ പൗത്രൻ്റെ മകളുടെ മകൻ. അതുമാത്രമല്ല, അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയുടെയും അബ്ദുൾ റബ്ബിൻ്റെയും അകന്ന ബന്ധു കൂടിയാണ് KT റമീസ്. നിങ്ങളിപ്പം സെക്രട്ടേറിയറ്റിലേക്കും CPMലേക്കൊക്കെ പോകുന്ന നിങ്ങൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മാത്രം ഞാൻ കാണിക്കണതാണ്. എന്താ കാരണം വെച്ചാൽ ഇത് എങ്ങോട്ടൊക്കെ ആയിരിക്കും പോകുക എന്നറിയാൻ വേണ്ടിയാണ്. അടുത്ത് നോക്കുക മുഹമ്മദ് ഷാഫി, മുസ്ലിം ലീഗ് പിതാവ്, ലീഗ് വാർഡിൻ്റെ പ്രസിഡൻ്റാണ് ഇപ്പോഴും. ഒരു മാറ്റമില്ല കേട്ടോ. ഇനി ഇത് തെറ്റാണെങ്കിൽ ഞാൻ ഡിഫമേഷന് വിധേയനാകും. ഞാൻ പറഞ്ഞ കാര്യം പിൻവലിക്കും, മാപ്പ് അപേക്ഷിക്കുന്നതാണ്. അടുത്തത് ഹംജത്ത് അലി, മലപ്പുറം. അടുത്തത് മുഹമ്മദ് അൻവർ. സയ്യിദ് അലവി മുസ്ലിം ലീഗിൻ്റെ അനുഭാവിയാണ്, തബ്ലീഗ് ജമാഅത്ത് പ്രവർത്തകരാണ്. TM ഷംജു, കോഴിക്കോട്. PM അബ്ദുൾ ഹമീദ്, ലീഗ് അനുഭാവിയാണ്. ഇത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ. അടുത്ത് അബൂബക്കർ, പഴയടത്ത് കുടുംബം, മുസ്ലിം ലീഗ് അനുഭാവി. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ മുസ്ലിം ലീഗുകാരാണ്. ജലാൽ മുഹമ്മദ്, മൂവാറ്റുപുഴ. ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. KV മുഹമ്മദ് അബ്ദുൽ ഷമി, ഹെൻസ ജ്വല്ലറി കോഴിക്കോട്. അടുത്ത CV ജിപ്സൺ, കോഴിക്കോട്. PT അബ്ദു, KMCCയിൽ അംഗത്വവും ഭാരവാഹിത്വവും, സജീവ ലീഗ് പ്രവർത്തകൻ. ഷംസദ് അബ്ദുൽ സലാം, സജീവ ലീഗ് പ്രവർത്തകൻ. ഇനി ഫൈസൽ ഫരീദ്, വിദേശത്ത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയില്ല. റബിൻസ്, ലീഗ് കുടുംബാംഗം, KMCCയുടെ സജീവ പ്രവർത്തകൻ. ഞാൻ വേറൊന്നും കൊണ്ടല്ല ഇതിങ്ങനെ കാണിക്കണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാനിത് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഹരീഷ് പറഞ്ഞ പോയിന്റിൽ ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടി. ഇതുവരെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ പ്രതികളൊക്കെ രാഷ്ട്രീയം വിട്ടുകളാണ്. ഞാൻ രാഷ്ട്രീയം കാണിക്കുന്നത് സന്ദർഭോചിതമായിട്ട് കാണിച്ചിട്ടുള്ളൂ. അതായത് ഇടതുപക്ഷത്തിലേക്ക് പോകും, ബാലഗോപാലൻ പ്രതിയാകും, ബാലഗോപാലൻ കള്ളപ്പണം ഉണ്ടാക്കി അതെല്ലാം കൂടെ കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ്, AK സെൻറ്ററിലേക്ക് പട്ടാളം കയറി കഴിഞ്ഞാൽ അത് മുഴുവൻ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനൊരു മറുവശം കാണിച്ചാണ്. ഹരീഷ്, ഈ പ്രതിപട്ടികകൾ മുഴുവൻ ജ്വല്ലറി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് കാണുന്നത്. ഹരീഷ് പറഞ്ഞതിനെ ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ പ്രതികൾക്കെല്ലാം ബന്ധമുള്ളത് ജ്വല്ലറികളുമായിട്ടാണ് ഇതുവരെ. നാളെ അത് തീവ്രവാദത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കണ്ടെത്തണം, തീവ്രവാദികളെ കണ്ടെത്തണം, രാജ്യദ്രോഹികളാണ്. പക്ഷേ ഈ നിലവിൽ നമ്മുടെ മുമ്പിലുള്ളത്, ഇന്നത്തെ അഫിഡവിറ്റ് ഉൾപ്പെടെയുള്ളത്, ഒരുപക്ഷെ ഇതാണോ ഹരീഷെ താങ്കളുടെ നേരത്തെയുള്ള അനുമാനത്തിന് വേണ്ടി വഴിവെച്ച കാരണം? ബ്രിട്ടാസ്, ഞാൻ അതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ന് പറയാം. സ്വർണ്ണ കള്ളക്കടത്ത് ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ നടക്കുന്നത്. ഈ DRI എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി മഹാരാഷ്ട്ര ഹൈക്കോടതിയിൽ കൊടുത്തൊരു അഫിഡവിറ്റിനകത്ത് പറയുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ 2 സംസ്ഥാനങ്ങളിലെ പോർട്ടുകൾ കേന്ദ്രീകരിച്ചും എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചും 2000 കോടി രൂപയുടെ സ്വർണ്ണ കള്ളക്കടത്താണ് നടന്നത് കഴിഞ്ഞ 5-10 വർഷത്തിനിടയിൽ. 5നും 10നും വർഷത്തിനിടയിൽ, അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മാത്രമുള്ള കണക്കിൽ 1400 കോടി രൂപയുടെ സ്വർണ്ണ കള്ളക്കടത്ത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. കേരളത്തിൽ പിടിച്ചത് 14 കോടി രൂപയുടെ സ്വർണ്ണമാണെന്നാണ് അനുമാനം. അപ്പോൾ അതിൻ്റെ 100 ഇരട്ടി പിടിച്ച കേസിൽ NIA വന്നിട്ടില്ല, അഫിഡവിറ്റ് കോടതിയിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും UAE കോൺസുലേറ്റ് പോലുള്ളൊരു വിദേശ രാജ്യത്തിൻ്റെ പ്രതിനിധി സ്ഥാപനം ഇവിടെ ഉള്ളപ്പോൾ അവരുടെ സ്റ്റാഫ് ഇതിൽ ഇടപെട്ടതുകൊണ്ടായിരിക്കും ഇത് NIA ഏറ്റെടുത്തതെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഡൽഹിയിൽ സ്വർണം കൊണ്ട് നേരിട്ട് കള്ളക്കടത്ത് നടത്തുന്ന കോൺസുലേറ്റ് സ്റ്റാഫിനെ പിടിച്ചിട്ടുണ്ട്. UAEയിലെ കോൺസുലേറ്റ് സ്റ്റാഫിൻ്റെ ഒരു ഉന്നതനായ സ്റ്റാഫിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റംസ്. ആ കേസിലും UAPA എടുത്തിട്ടില്ല, NIA എടുത്തിട്ടില്ല, NIA കേസ് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് ഇതിൻ്റെ 100 ഇരട്ടി നടന്നാൽ രാജ്യദ്രോഹമല്ല. ഈ സർക്കാർ വന്ന ശേഷം
എടുത്തിട്ടുള്ള കേസുകളിൽ പോലും UAE കോൺസുലേറ്റ് പോലുള്ള കോൺസുലേറ്റ് സ്റ്റാഫ് നടത്തിയ കള്ളക്കടത്ത് വന്നിട്ടുണ്ട്. അതിൽ രാജ്യദ്രോഹമില്ല. പിന്നെ എങ്ങനെയാണ് രാജ്യദ്രോഹം എന്ന എലമെൻറ്റ് കടന്നു വരുന്നത്? കസ്റ്റംസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിനകത്ത് ഈ കസ്റ്റംസ് ഏതാണെന്ന് നമ്മൾ ആലോചിക്കണം. കൊച്ചിയിൽ കസ്റ്റംസ് കമ്മീഷണറായി സുമിത് ചാർജ് എടുക്കുമ്പോൾ, സുമിത് കുമാർ എന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന് പേരുകേട്ട ഉദ്യോഗസ്ഥൻ ചാർജ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെല്ലാം കസ്റ്റംസുകാർ ഉദ്യോഗസ്ഥർ പിടിക്കപ്പെടുന്നു. ആ ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. സുമിത് കുമാർ വന്ന ശേഷം 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ടെർമിനേറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സ്വർണം കടത്തിയിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടി അവരുടെ അറിവോടുകൂടിയാണെന്ന് കസ്റ്റംസ് തന്നെ സമ്മതിച്ചു. അവർ 2 പേരെ ടെർമിനേറ്റ് ചെയ്തു, ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസർമാരെ. അങ്ങനെ ഒരു കസ്റ്റംസ് ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങിയപ്പോൾ പെട്ടെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് വരുന്നു. ആ ഉത്തരവിൽ NIAക്ക് ഈ കേസ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ആ ഉത്തരവിൻ്റെ 4ാമത്തെ പാരഗ്രാഫാണ് അതിലെ പ്രധാനപ്പെട്ടത്. അത് NIA കോടതിയിൽ അത് ഹാജരാക്കിക്കൊണ്ടാണ് NIA കേസ് അന്വേഷണം തുടങ്ങിയത്. അതിൽ പറയുന്നത് ഞങ്ങളുടെ അന്വേഷണത്തിൽ, ആരുടെ, സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണത്തിൽ ചില രാജ്യദ്രോഹ എലമെൻറ്റുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെയോ ഈ ബ്രിട്ടാസിൻ്റെയോ അറിവിൽ, ഇപ്പോൾ ബ്രിട്ടാസ് കേരളത്തിലെ എല്ലാ ചാനലും കാണുന്ന ഒരാളാണല്ലോ, നിങ്ങളുടെ അറിവിൽ ഈ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേക ഏതെങ്കിലും അന്വേഷണം ഇതിനകത്ത് നടത്തിയിട്ടുണ്ടോ? ഉണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും മാധ്യമം, ഏതെങ്കിലും ഒരു പത്രം റിപ്പോർട്ട് ചെയ്തോ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന അന്വേഷണം നടത്തിയിട്ട് ഇതിനകത്ത് രാജ്യദ്രോഹം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല. അതിനകത്ത് എവിടെയെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടോ ആ കത്തിൽ? ഇല്ല. അപ്പോൾ ഒരു റെഫറൻസും ഇല്ലാതെ, ഒരു ഡോക്യുമെൻറ്റിൻ്റെ, ഒരു കടലാസ് കഷ്ണത്തിൻ്റെ പോലും തെളിവില്ലാതെ NIA കേസ് അന്വേഷിക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ NIA പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഏതോ കാലത്ത് അന്വേഷിച്ച് കൊഫേപ്പോസ കേസിൽ പിടിച്ചാൽ 1 കൊല്ലം ശിക്ഷ. ബ്രിട്ടാസിന് അറിയാമല്ലോ സ്വർണ്ണം കള്ളക്കടത്ത് നടത്തിയാൽ എന്താ ശിക്ഷ എന്ന്. പിടിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസ് ആക്ട് പ്രകാരവും കൊഫേപ്പോസ പ്രകാരവും കൂടിപ്പോയാൽ 1 കൊല്ലം ശിക്ഷ. കഴിഞ്ഞ കൊല്ലം പിടിച്ച ആൾക്കാർക്ക് ഇത്തോലെ ഇറങ്ങി. ഫൈൻ അടച്ചാൽ ആ പ്രശ്നവും തീർന്നു. ഈ 10-15% ഫൈൻ അടച്ചാൽ തീരാവുന്ന, അല്ലെങ്കിൽ നേരാമണ്ണം വഴിക്ക് ഗോൾഡ് കൊണ്ടുവന്നാൽ 14.5 കോടി രൂപയുടെ ഗോൾഡ് കൊണ്ടുവന്നാൽ 1.5 കോടി രൂപ ഇവിടെ അടച്ചാൽ ഈ പ്രശ്നം തീർന്നു. ഈ 10% ലാഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 15% ലാഭിക്കാൻ വേണ്ടി ആരെങ്കിലും ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ട് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി ഈ പൈസ കൊണ്ടുവരുമോ എന്ന് കോമൺ സെൻസിൽ ആലോചിക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ രാജ്യദ്രോഹത്തിന് പൈസ ഇഷ്ടം പോലെ റേസ് ചെയ്യാനുള്ളപ്പം സ്വർണം കള്ളക്കടത്ത് നടത്തിയിട്ട് ആ പൈസ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നത് എന്തോ എനിക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ NIAയുടെ കാര്യത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നത്, NIA ചാർജ് ഷീറ്റ് കൊടുക്കുന്ന കേസിൽ NIAക്ക് ഒരു മിനിമം എവിഡൻസ് എങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ അവർ ഉണ്ടാക്കും. അതാണ് അവരുടെ ചരിത്രം. അപ്പോൾ ഈ കേസിൽ ഈ പറയുന്ന കുറേ ജ്വല്ലറിക്കാരെയും കുറേ ആളുകളെ, പ്രധാനപ്പെട്ട ജ്വല്ലറിക്കാരെ പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഭീമ ഗോവിന്ദനെ പോലുള്ള ആളുകൾ ഇതേ UAE കോൺസുലേറ്റിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങോട്ടൊന്നും അന്വേഷണം പോയിട്ട് പോലുമില്ല. നമ്മളാരും ഇപ്പോൾ ഭീമ ഗോവിന്ദൻ ഇതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നില്ല. പക്ഷേ അന്വേഷണം പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് പോയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഈ പറയുന്ന രാജ്യദ്രോഹികൾക്ക് ഈ പണം പോയി എന്ന് തെളിയിക്കാൻ NIAക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ പെട്ടി തിരിച്ച് മടക്കി ഇത് കൊഫേപ്പോസ കേസായി ഇവരെ ഏൽപ്പിച്ചിട്ട് ഇവർ സ്ഥലം വിടും. പിന്നെ വേറെന്താ അതിനകത്ത് അന്വേഷിക്കാനുള്ളത്? വേറൊന്നും കൊണ്ടല്ല, ഞാൻ പരമാവധി എല്ലാവരെയും ബ്രിട്ടാസ്, ഇവിടെ സംസ്ഥാന സർക്കാർ പ്രതിയായതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ കേസിന്റെ പ്രാധാന്യം അവിടെയാണ്. സംസ്ഥാന സർക്കാരാണ് ഈ കാര്യത്തിൽ സംശയത്തിന്റെ മുൾമുനയിൽ വന്നത്. അതുകൊണ്ട് തന്നെ ചർച്ച കേട്ടോണ്ടിരുന്ന ആളുകളെല്ലാം സംസ്ഥാന സർക്കാർ എങ്ങനെ രാധാകൃഷ്ണ മേനോൻ, ശ്രീ ബാലഗോപാൽ, ഞാൻ തീർച്ചയായിട്ടും ഈ ശിവശങ്കരന്റെ റോളും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധവും എല്ലാം ചേരുമ്പോഴാണ്. ഞാനൊരു കാര്യം ഒരു സെക്കൻഡ് ദയവ് ചെയ്ത് ചിന്തിക്കുക. അതായത് ഹരീഷ് വാസുദേവൻ സുപ്രീം കോടതിയുടെ ജഡ്ജിയോ ന്യായാധിപനോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഒന്നുമല്ല. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചെന്തോ ഹരീഷ് എന്തോ വിധി പ്രസ്താവന നടത്തിയിരിക്കണോ അതോടെ ഇത് പൊളിഞ്ഞു എന്ന് വിചാരിക്കണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു എളിയ അനുമാനം മാത്രമാണ്. എൻ്റെ ആഗ്രഹം രാധാകൃഷ്ണ മേനോൻ്റെ NIA, അത് കഴിഞ്ഞ് ഷുക്കൂറിൻ്റെ റോയും CBIയും എല്ലാവരും കൂടി വന്ന് ഇളക്കി മറിച്ച് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ അകക്കാമ്പ് കണ്ട് കള്ളക്കടത്ത് അവസാനിപ്പിക്കുക മാത്രമല്ല രാജ്യദ്രോഹം അവസാനിപ്പിച്ച് ഈ രാജ്യത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരവസരമാക്കി ഇത് മാറ്റണമെന്നുള്ള ആഗ്രഹത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. സമയം കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പരമാവധി സമയം തന്നിരുന്നു. ഒരാൾക്ക് പോലും ഞാൻ സമയം തന്നില്ല എന്ന പരാതി ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങളെ വീണ്ടും വിളിച്ച് സംസാരിക്കാനുള്ള അവസരം തരുമെന്നുള്ള ഉറപ്പിൽ ഞാൻ പിൻവാങ്ങുന്നു. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം.